ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പച്ച ആരാധന ലീഡ് ചെയ്യുന്ന ദേവദാസനെയും കൂടെ നിൽക്കുന്ന ദേവദാസന്മാരെല്ലാം അത് അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൽ ആരാധന ലീഡ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ. ദൈവമേ സ്തുതിക്കുക. പ്രാർത്ഥന ലീഡ് ചെയ്ത് ദൈവദാസനിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ സഹായിക്കണമേ. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിപ്പാൻ, രോഗികൾ സൗഖ്യമാകുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിക്കുകയാണ്. മാനവും മഹത്വവും യേശുക്രിസ്തുവിനും ഞങ്ങൾക്ക് വേണ്ടി ജീവനം തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ ആമേൻ. ചില പാട്ടുകൾ പാടി പാഠമായി യേശുവെ നിന്തിരു പാദം നമ്മെ നിയമതയിൽ പാട്ടും ചേർന്ന് പാടാം. നമുക്ക് പാഠ്യശാലയിലെ പാട്ടുകൂടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. അഞ്ചാമത്തെ പാട്ട് ചേർന്ന പരീക്ഷ അഞ്ചാമത്തെ പാട്ട് വന്ന വഴികൾ നോക്കിയിടുമ്പോൾ ഇന്നയോടെ നടത്തി നാമം എന്നല്ലാതൊന്നുമില്ല എന്നും കരുതൽ വഹിച്ചവനെ.
നാഥ വന്ന വഴികൾ ഓർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ ചേർന്ന് പാടാമോ വന്ന വഴികൾ ഓർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി ബഹുദൂരം മുന്നോട്ടു പോകാം ബലം നൽകി നീ നടത്തി തന്നോരോ നേരത്തിലെല്ലാം അവകരങ്ങൾ ആശ്വാസമാനോരോ നേരത്തിലെല്ലാം അവകരങ്ങൾ ആശ്വാസമാന വഴികൾ ഇന്നയോളം നടത്തിയ നാഥ വഴികൾ കൊണ്ടോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല കരുതലിൽ വഹിച്ചവനേ വന്ന വഴികൾ കൊണ്ടോത്തിടുന്നു ഓടിമറയും നാടുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം ഓടിമറയും നാടുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓടിടുന്നു അവസാനിക്കും ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓടിടുന്നു അവസാനിക്കും വന്ന വഴികൾ കൊണ്ടോത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ
എനിക്കായി പ്രാർത്ഥിക്കാം. ഈ പാട്ട് എഴുതിയ ദിവസമാണ്, പക്ഷേ പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ആയത് വേറെ വഴി വന്നു, പുള്ളി വിളിച്ച് തിരിച്ചു പോയതാണ്. അപ്പോൾ ഒരുപാട് ചെറുതുമാണ്. ഞാനെഴുതി ഇറക്കപ്പെട്ടു, എനിക്കായി നീ തകർക്കപ്പെട്ടു, എൻ്റെ ഘോര പാപം ചുമന്നെടുപ്പാൻ എനിക്കായി നീ നാം ചൊല്ലുന്നു. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ എന്നിൽ എന്ത് നീ കണ്ടുപിടിയ പാപ വഴികളിൽ ഞാൻ നടന്നു, നിന്നെ എന്നും ഞാൻ ഖേദിപ്പിച്ചു. പ്പെട്ടു എനിക്കായി തകർക്കപ്പെട്ടു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി നീ തകർക്കപ്പെട്ടു. എന്റെ ഘോര പാപം ചുമന്നൊഴിപ്പാൻ എനിക്കായി ദിനം ചൊരിഞ്ഞു. എന്റെ ഘോര പാപം ചുമന്നൊഴിപ്പാൻ എനിക്കായി ദിനം ചൊരിഞ്ഞു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടു പ്രിയാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടു പ്രിയാ. പാപവഴികളിൽ ഞാൻ നടന്നു, നിന്നെ എന്നും ഞാൻ ഖേദിപ്പിച്ചു. പാപവഴികളിൽ ഞാൻ നടന്നു, നിന്നെ എന്നും ഞാൻ ഖേദിപ്പിച്ചു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. ആരാധി സ്നേഹം വർണ്ണിച്ചിടാം, എന്റെ നാവിനതായിടുമോ. ആരാധി സ്നേഹം വർണ്ണിച്ചിടാം, എന്റെ നാവിനതായിടുമോ. ഇല്ല ഈ സ്നേഹം വർണ്ണിച്ചിടാം, ഭൂമിയിലാകുമേ സാധ്യമല്ല. ഇല്ല ഈ സ്നേഹം വർണ്ണിച്ചിടാം, ഭൂമിയിലാകുമേ സാധ്യമല്ല. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. പാപം ശാപം നിറഞ്ഞ ഭൂമിയിൽ
എന്റെ ആത്മാവും വേർതിരിഞ്ഞ പാപം ശാപം നിറഞ്ഞ ഭൂമി, എന്റെ ആത്മാവും വേർതിരിഞ്ഞ കുഞ്ഞാടായിടഞ്ഞു പട്ടണം എന്നും എന്റെ നിത്യഭവനം. കുഞ്ഞാടായി വീഴഞ്ഞു പട്ടണം എന്നും എന്റെ നിത്യഭവനം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. എന്റെ ഘോര പാപം ചുമന്നൊഴിപ്പാൻ എനിക്കായി നിന്നിടം ചൊരിഞ്ഞു. എന്റെ ഘോര പാപം ചുമന്നൊഴിപ്പാൻ എനിക്കായി നിന്നിടം ചൊരിഞ്ഞു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, എനിക്കായി തകർക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ തകർക്കപ്പെട്ടു. അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹം നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശു കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ പോലെ ഏൽപ്പിക്കപ്പെട്ട അടക്കപ്പെടാതിരുന്നു വേണ്ടി ഞങ്ങളെല്ലാം ലോകമനുഷ്യനായി നരകത്തിൽ പോകുമായിരുന്നു. ഇങ്ങനെ സത്യദൈവത്തെ അറിയുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഇടയാകുമായിരുന്നില്ല. എന്നാൽ കർത്താവെ, അടിയനയക്കണമേ എന്ന് പറഞ്ഞാൽ സ്വയം പിതാവിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി ക്രൂശിലൂടെ ഞങ്ങളെ ആഴമായി സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വൈകുന്നേര സമയം ഇത്രയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചതായി നന്ദി കർത്താവേ. ഞങ്ങൾ ഇന്ന് വൈകുന്നേര രാത്രി ഇവിടെ പ്രാർത്ഥന കൂട്ടായ്മ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളുണ്ട് കർത്താവേ. കർത്താവേ, അങ്ങ് കടൽപ്പുറത്തോട് നടക്കുമ്പോൾ വല നന്നാക്കുന്ന ഒരുവനെ കണ്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ, പടല് ശൂന്യനായി, വലയിലൊന്നും കിട്ടാതെ നിരാശനായ ഒരു മനുഷ്യനെ കണ്ടു. അവനോട് പറഞ്ഞു, ഈ പടലപ്പം കരയിൽ നീക്കി തരാമോ? ആ ശിമോനുള്ള പടകിൽ യേശു കയറി നിന്ന് കടൽക്കരയിൽ നിന്ന് പുരുഷാരത്തോടെല്ലാം സംസാരിച്ചു. അവരെ തൃപ്തരായി പറഞ്ഞതിന് ശേഷം പത്രോസ് നേരെ തിരിഞ്ഞ് ആഴത്തിൽ വലയിറക്കാൻ പറഞ്ഞ് കർത്താവ് പെരുത്ത മീൻകൂട്ടം ആ പടകിൽ നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ ഭവനമാകുന്ന പടകിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതമാകുന്ന പടകിൽ ചില നിറവിന്റെ ആവശ്യമുണ്ട് കർത്താവേ. അങ്ങ് അവരോട് സംസാരിക്കണമേ, അവരെ ഒന്ന് നോക്കണമേ കർത്താവേ. ഞങ്ങൾ അല്പസമയം കൂടെ ഞങ്ങളുടെ പദവിയിലായിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകളുടെ മേൽ അവിടുത്തെ കരം ചലിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നടക്കുവാൻ ദൈവം സഹായിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കും. രോഗികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം അതിശയം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ട് ഇവിടുത്തെ ദേവദാസനായിരിക്കുന്ന ആന്റണി ദേവദാസൻ വന്ന് തൻ്റെ വിഷയങ്ങൾ പറയും, തൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും, സാക്ഷ്യം പറയും. 10 മിനിറ്റ് അദ്ദേഹത്തിനുള്ള സമയമാണ്. അത് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യാണ്. Praise the Lord. Hallelujah. 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 കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പറഞ്ഞാൽ ദൈവത്തിന്റെ പരിപാടികളാണ്. അത് പ്രതീക്ഷിക്കാതെ എന്നുള്ള വാക്കില്ല. അതെല്ലാം ദൈവം നടത്തുന്നു, നമ്മൾ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ചെറിയ 10 മിനിറ്റ് പാസ് തന്നിട്ടുണ്ട്. അതായത് ഞാൻ ഒരു 12 വർഷത്തിന് മുമ്പ് ഞാൻ മക്കളുടെ കൂടെ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിന്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഞാൻ വിശ്വാസത്തിൽ വന്ന് വൈഫിന് പൂർണ്ണമായിട്ടൊന്നും വന്നില്ലായിരുന്നെങ്കിലും ഞാൻ സ്നാനപ്പെടുമ്പോൾ എൻ്റെ കൂടെ സ്നാനക്കുളത്തിൽ വന്ന ആളാണ്. അപ്പൊ ദൈവം മുന്നേ കണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് നടന്നതെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നേരത്തെ ഇരുന്ന സഭയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഒരു 2 വർഷം വരെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം 2 വർഷം വരെ അവരവിടെ പോകുമായിരുന്നു. ഞാൻ തന്നെ കൊണ്ട് വിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വഴിയിൽ പിന്നെ ക്രമേണ ശരിക്കുള്ള ഒരു ബിബ്ലിക്കലായിട്ടുള്ള ആ വിശ്വാസത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനുള്ള അവസരങ്ങൾ ഞാൻ ഒരുക്കി കൊടുത്തു. അങ്ങനെ പൂർണ്ണമായിട്ടും അതിലോട്ട് വരുവാനായിട്ടും കർത്താവിനെ കൂടുതൽ അറിയാനായിട്ടും സ്നേഹിക്കാനായിട്ടും സാധിച്ചു. അങ്ങനെ ഞങ്ങൾ എൻ്റെ പ്രധാന ശുശ്രൂഷ ഇവിടെ ജയിമിൻസി ആയിട്ട് അവിടെ നിന്ന് ഞാൻ ആ സഭയിലായിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഒരു പാട്ടൊക്കെ പാടുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിക്കുന്ന ദേവസ്വം പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജയിമിൻസി ചെയ്യണം. എനിക്കിത് അറിഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഇതിലൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞില്ല. ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ അടുത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസ്റ്ററുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോയി അങ്ങനെ അവരുടെ ഒരു ചർച്ച തുടങ്ങിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വേലയും നടക്കുന്നുണ്ട്. ഇതിലൂടെ ഞങ്ങൾ രണ്ടുപേരായിട്ട് പല ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. അതിലൊന്ന് മലയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ എൻ്റെ ഈ അസുഖത്തിൻ്റെ അനുഭവസാക്ഷിയാണ് ഞാൻ അടുത്ത് പറയുന്നത്. അപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മലയങ്കീഴ് എത്താറായിട്ട് എടുത്ത് പറഞ്ഞ് വീട്ടിൽ ചോറ് എടുക്കുന്നത് കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൊതുവെ വെളിയിലൊക്കെ പോയിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വഴിയിൽ നിന്ന് അവിടെ ഇറങ്ങി. അപ്പോൾ ചെറിയ കടയായിരുന്നു, അവിടെ നിന്ന് ഒത്തിരി ചിക്കൻ വാങ്ങിച്ചു. വാങ്ങിക്കുമ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നി ഇത് ശരിയാവോ, ഇത് വേണോ എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നെ ഒരാൾ തന്നെ പോയി ചിക്കൻ എടുക്കുമ്പോൾ പൊതിഞ്ഞുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് വേണ്ടെന്ന് പറയാൻ രീതിയിൽ തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ ആഹാരം കഴിച്ചു. രണ്ടുപേരും കിടന്നു. പഴവും മാങ്ങയൊക്കെ കഴിച്ച് ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഞാൻ ഛർദ്ദിച്ചു. അപ്പോൾ അത് ഫുഡ് പോയിസൺ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഛർദ്ദി ചെയ്തിരിക്കുന്നു പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർ ഛർദ്ദിച്ചു. പക്ഷെ അവർക്ക് ഈ ഡിമെൻഷ്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കിയില്ല. അതുകൂടാതെ പ്രഷർ ഉണ്ടായിരുന്നു, പ്രഷറിൻ്റെ അസുഖം. അപ്പോൾ പ്രഷറിന് ഗുളിയൊന്നും പ്രോപ്പറായിട്ട് കഴിക്കില്ലായിരുന്നു. കാരണം ഞാനും ശ്രദ്ധിക്കില്ല, അവരും ശ്രദ്ധിക്കില്ല. ഒന്നാമത് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒരു മിഷൻ വെച്ച് നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 70 കാണിക്കും. അപ്പോൾ നോർമൽ കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത്രേ കാണിക്കുള്ളൂ. അപ്പോൾ ഞാനും അത് ഗൗരവമായിട്ട് എടുത്തില്ല. ആ ഗുളിക പ്രോപ്പറായിട്ട് കഴിക്കാതായി. അവസാനം അത് കാരണമായിരിക്കണം ഉടനെ അവർ ഛർദ്ദിച്ചതോടുകൂടി ഒരു ബ്ലീഡിങ് ആയി തലയിൽ. പക്ഷേ ഞങ്ങൾ ഛർദ്ദിച്ചതിൻ്റെ കാരണമായിരിക്കും എന്ന് വിചാരിച്ച് ഇപ്പം തളർന്നിരിക്കുമ്പോഴത്തേക്ക് 2-3 ആരോ വന്ന് ഉദ്യോഗത്തിന് ക്ലാസ് പറഞ്ഞ് ഇനി രാത്രിയായി നമുക്ക് ചിലപ്പോൾ അവർക്ക് ട്രിപ്പ് പോലെ കൊടുക്കേണ്ടതായിട്ട് വീട്ടിൽ കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിച്ച് പോയി. പക്ഷേ ഈ ആംബുലൻസിൽ കൂടി പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബ്ലീഡിങ് ഒക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ കിടന്ന് പോയതുകൂടെ കുലുങ്ങിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വെച്ച് അവർ പറഞ്ഞ് എൻ്റെ കൈ കണ്ടാൽ കുറയ്ക്കുന്നുണ്ടാകുന്നു ഈ വരില്ല. അപ്പോഴൊക്കെ ഈ ഇത് നടക്കുകയാണ്, നമുക്കത് അറിയാൻ വയ്യ. അവസാനം PRS പോയത്. PRS പോയ ഡോക്ടർ അവിടുത്തെ സർജൻ വിളിച്ചിട്ട് എന്നെ അപ്പോഴേ തന്നെ പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിക്കുന്നില്ല, നല്ല അവർ സ്കാൻ ചെയ്തിട്ടു. അവർ നല്ല ബ്ലീഡിങ് ആണ്, നിസ്സാരാക്കരുത്, പിള്ളേരൊക്കെ അറിഞ്ഞോ, മക്കളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. ഞാനൊക്കെ അന്ത ഛർദ്ദിച്ചത് കൊണ്ട് കൊണ്ടുപോയപ്പോഴത്തെ ഇത്രയും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇടത് കൈയും കാര്യം കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത്. പിന്നെ അവസാനം 2 ദിവസം ന്യൂറോ ICUണ്ടായിരുന്നു. അവർ പറഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, എന്തോ വലത് ഭാഗത്തില്ല ഇടത് ഭാഗത്ത് അങ്ങനെ എന്തോ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും പറഞ്ഞില്ല, അവർ പറയുന്നതിന് ഞാൻ അനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു നമുക്ക് പേടി കൂടാതിരിക്കാൻ നോക്കാം, കൺട്രോൾ ചെയ്യാൻ നോക്കാം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 2 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു പേടി ഞാൻ കൺട്രോളായിട്ടുണ്ട് എന്ന് പറഞ്ഞ്
പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ പറഞ്ഞു. വേറെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ സൈക്കോ ട്രീറ്റ്മെൻറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വരുമ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഉച്ചത്തിൽ. പിന്നെ എനിക്കും ഇതെന്താണെന്ന് അതിൽ ഒരു പിടിയും കിട്ടിയില്ല. ഈ പിന്നെ ഡിമെൻഷ്യ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കാണ്ടിരുന്നു എന്ന് ഇപ്പം ചിന്തിക്കുന്നു. അതുകൊണ്ട് അത് ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞില്ല. എന്തായാലും കിംസിൽ റീഹാബ് എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട്, അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ട്രയൽ പീരീഡ് 3 ആഴ്ചയാണ്. 3 ആഴ്ച കഴിഞ്ഞ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വാർഡിലോട്ട് മാറ്റും, അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഡോക്ടർ അങ്ങനെ എന്ത് പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വ്യത്യാസമില്ല. ഇങ്ങനെ സെൽഫായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അവരുടെ കാലൊക്കെ അങ്ങനെ ഒരിടത്തും ദേഹം അനങ്ങുന്നില്ല. എന്നാൽ ഡിമെൻഷ്യ ഉള്ളവരായിരിക്കും. അവസാനം അവർ 2 ആഴ്ച കഴിയുമ്പോൾ വീട്ടുകാരെടുത്ത് പറഞ്ഞു വീൽ ചെയർ വാങ്ങിച്ച് കാറിലൊക്കെ കൊണ്ടുപോയി ബീച്ച് ലെവലൊക്കെ കൊണ്ടുപോയി ആഴ്ച പോകണം. അപ്പം ഏകദേശം മനസ്സിലായി വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റാണ്. രാവിലെ 9:30 ഇവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുത്തിട്ട് പിന്നെയും കൊണ്ടുപോകും. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഓർത്തോപെഡിക് തെറാപ്പി, ഫിസിയോതെറാപ്പി, പിന്നെ റീഡിങ്ങിൻ്റെ അങ്ങനെ സ്പീച്ച് തെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തെറാപ്പിയും അങ്ങനെ ഓരോരോ സ്റ്റേജായിട്ട് അവർ 2 ആഴ്ച കൊടുത്തു. അപ്പോൾ അതിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ പോയി താഴെയായിട്ട് അവർക്ക് റീകുപ്പ് ചെയ്യാനൊക്കെ പ്രതിഷ്ഠയായിരിക്കും. പിന്നെ കൊണ്ടുവന്നു. അപ്പോഴങ്ങനെ ഇവിടെ വന്ന് വീട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇത് ആദ്യമായിട്ടായിട്ട് ഈ നോക്കാൻ വരുന്നവരൊക്കെ നോക്കുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞിടാറുണ്ട്. അവരുമായിട്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ അവസാനം പാലിയേറ്റീവ് കെയർ പോലെയുള്ള സ്ഥലങ്ങളിൽ ആണ് കൊണ്ടുപോയിട്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ സിറ്റിയിലുള്ള 1-2 സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് വിഷമം. കാരണം ഞാൻ ഇവിടുന്ന് വെളിയിറങ്ങിയ ഉടനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോകുന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ സാഹിത്യം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കൂടെ ഇരിക്കുന്ന സ്ഥലം എവിടെയെങ്കിലും ആണെങ്കിൽ അപ്പം മക്കൾ ഇവിടെ വന്ന് പോകുന്ന അവർക്ക് പോകുന്നതിനകത്ത് ഇതിനെന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എവിടെയെങ്കിലും കൂടെ ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ പോകാൻ പോകും. അങ്ങനെ തുമ്പയിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു പാലിയേറ്റീവ് കെയർ പുതിയതായിട്ട് തുടങ്ങിയതാണ്. അവിടെ ആക്കി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2.5 വർഷം എനിക്ക് അതിനോട് എങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു. ഒരു മുറിക്കകത്ത് ഞാനും ഒരുമായിട്ട് ഇങ്ങനെ കഴിച്ചു. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്തൊക്കെ മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അവർക്കും ഒരു ബിസിനസ്മാനായിട്ട് വലിയൊക്കെ തന്നെയാണ് തോന്നിയത്. ഒരു 50,000 രൂപ മാസം മാറ്റിയില്ല. അതിനൊക്കെ ഔട്ട്പുട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് തോന്നി. കാരണം എനിക്ക് ആദ്യമായിട്ട് ഇതൊന്നും വലിയ അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പം ഒരു പകൽ മാത്രമേ ഒരാളുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ള അവർ പോകുന്നതിന് ഇപ്പം എനിക്കുള്ള ആഹാരം സഹിതമാക്കിയിട്ടാണ് പോകണം. അപ്പം രാത്രി ഒരു പ്രാവശ്യം തിരിച്ചു കിടക്കണം, വെള്ളം പോകണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ രോഗത്തെ പറ്റിയൊക്കെ പലരും ഇപ്പം അറിയാവുന്നവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ടും അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പാലിയ ഇന്ത്യയിൽ നിന്ന് വന്ന് നല്ല ഒരു സേവനം തരുന്നത് അങ്ങനെ അറിയാവുന്നവരൊക്കെ വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് എത്തിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറിൻ്റെ സഹായമൊക്കെ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. എനിക്ക് സാറിന് അടുത്ത കാലത്താണ് എനിക്ക് പരിചയം ഉണ്ടായത്. ഒരു 3-4 വർഷം. അത് കഴിഞ്ഞ് ഞാൻ മിഷൻ ഫോക്കസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും നോക്കാനായിട്ട് ഒക്കില്ലെങ്കിലും പലപ്പോഴും പാസ്റ്റിൻ്റെയും മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട്. എല്ലാവരുടെയും ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ വർക്കൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്യുന്നുണ്ട്. അതിലോട്ട് ഫോക്കസ് ചെയ്ത് ഫേസ്ബുക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ദൈവം വളരെ സഹായിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രത്യാശയുടെ കാര്യം പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നിശ്ചയിക്കുന്ന നല്ല കാര്യങ്ങൾ ജീവിതവും പോകുന്നതെന്നുള്ളത് മനസ്സിലായി. എല്ലാം ദൈവത്തിൻ്റെ വഴി അനുസരിച്ച് ദൈവത്തിൻ്റെ പരിപാടി അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എബ്രഹാമിനെ കാണിച്ചു കൊടുത്ത സ്ഥലത്തോ നീ വാഴുക എന്ന് പറഞ്ഞ് പോകുമ്പോലെ ഞാൻ പോയത് എനിക്ക് എന്നാ അറിഞ്ഞൂടെ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ആ കാര്യങ്ങളൊന്നുള്ളത്. എന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം നമ്മളെല്ലാവരും പോകുന്ന ഒരിടത്താണെന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളാണ് നമ്മൾ ഒരു ക്യൂവിലാണ്. ഒരാൾ നേരത്തെ പോകുന്ന ഒരാൾ പുറകെ പോകുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളായിരിക്കും മുമ്പേ പോകുന്നത്. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ തന്നെ ഒരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോഴത്തേക്ക് പലരും വിചാരിച്ച് ഞാനായിരിക്കും ആദ്യം. അങ്ങനെ ഒരു അവസ്ഥ സഹിതം ഉണ്ടായി. പിന്നെ അവിടെ നിന്നൊക്കെ ദൈവം മാറ്റിക്കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു അവരെ കൂടുതൽ നോക്കുന്നതിനും ഒക്കെ കൂടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൂടെ എനിക്കും ജീവിതത്തിലെ ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നതിനും
ദൈവിക വഴികൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ സാധിച്ചു. എന്തായാലും പ്രത്യേകിച്ച് മിഷൻ കോൺഗ്രസിൻ്റെ പ്രത്യേക നേതൃത്വം നൽകുന്ന സത്യാസാറിനും അതുപോലെയുള്ള എല്ലാ ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അധ്യക്ഷനും എല്ലാം സംഘടനയുടെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞു. ഈ ഭവനത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു യോഗം വയ്ക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത സത്യാസാറിനെ ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ. ഞാൻ വളരെ ആഗ്രഹിക്കുന്നതാണ്, പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഞാൻ ഒക്കാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റാൻ വിചാരിച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കത് എനിക്കും കുടുംബത്തിനും ആരോഗ്യക്കും എല്ലാം ഒരു അനുഗ്രഹപ്രദമായി ഈ ഭവനത്തിനൊക്കെ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്നേഹം അർപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരു സാധാരണയുള്ള പ്രാർത്ഥനയിൽ പ്രൈസ് വർഷിപ്പ് കഴിഞ്ഞ് നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. നമ്മൾക്ക് 114ാമത്തെ പ്രയറാണ് നമ്മൾ നടക്കുന്നത്. ഓരോ പ്രയറും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ തികച്ചും ഓരോ വീടുകളും ഓരോ സ്ഥലങ്ങളും ഓരോ ആരാധനാലയങ്ങളും ഒക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്ന് ഈ ഭവനത്തിൽ നമ്മൾ ഇതുവരെയും പോയിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ ആരാധനയിലാണ് നമ്മളായിരിക്കുന്നത്. പ്രിയദാസിൻ്റെ അനുഭവ സാക്ഷ്യം ആമുഖമായി തന്നെ പറയാനായിട്ടിടയായത് ഈ ഭവനത്തിന് വേണ്ടി പ്രത്യേകിച്ച് കരുതലോടുകൂടി ആമുഖമായി പ്രാർത്ഥിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചുരുങ്ങിയ കാലമേ ആയിട്ടും ഞാനും അദ്ദേഹവുമായിട്ട് പരിചിതമായിട്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമായ യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ കുടുംബമായി ഇവിടെ വരികയും ആ ദിവസങ്ങളിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഓസ്ട്രേലിയയിലാണ്, അവരുടെ സെറ്റിൽഡാണ്. അതുകൊണ്ടാണ് അവർ വരികയും വളരെ കെയറൊക്കെ കൊടുക്കുന്നുണ്ട്. അവരിവിടെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടിൽ നിൽക്കാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തുമ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് ഇടയായത്. അവിടെയും പല പ്രാവശ്യം പോകാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചത് ഒരു 6-7 മാസം കഴിയുമ്പോൾ തിരിച്ച് ഭവനത്തിലേക്ക് വരും എന്നാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. നിലവിൽ പറഞ്ഞപ്പോൾ 2.5 വർഷം പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. 2.5 വർഷം ഒരു മുറിയിലാണ് കഴിഞ്ഞത്. അവിടെ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ സന്തോഷത്തോടുകൂടി ഇതുവരെയും ഫോണിലൂടെയോ അല്ലാതെയോ നേരിട്ടോ സംസാരിച്ചപ്പോൾ ഒരിക്കൽ പോലും ഒരു നിരാശയുടെ വാക്കുകൾ ഇതുവരെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതെനിക്ക് വളരെ അത്ഭുതമായിട്ടും പ്രത്യാശയായിട്ടും തോന്നി. ജീവിതത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ സാഹചര്യത്തിൽ ഈ 2.5 വർഷം ശുശ്രൂഷിച്ച ഒരാൾ ആ മുറിയിൽ സംസാരിക്കാതെ കിടക്കുകയായിരുന്നു. അവരുടെ യാതൊരു പ്രതികരണ ശേഷിയില്ല. നമുക്ക് കാണാം. നിങ്ങൾ പോയി ഇടയ്ക്ക് അമുഖമായിട്ട് പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഈ മീറ്റിംഗ് ആരംഭിച്ചത്. അവർക്കെല്ലാം അറിയാം, പക്ഷേ സംസാരിക്കാൻ കഴിയാത്ത സഹായാവസ്ഥ. അങ്ങനെ ഒരു വ്യക്തിയോട് ഒന്നിച്ചു കഴിഞ്ഞ 2.5 വർഷക്കാലം അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളത് നമ്മയൊക്കെ ചിന്തിപ്പിക്കുകയും അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പ്രസ്താവിച്ചതുപോലെ ദൈവം എവിടെയോ നടത്തുന്നു, നമ്മളതിൻ്റെ പങ്കാളികൾ മാത്രമാണ് എന്ന വലിയ ഒരു ദർശനമാണ് നമുക്ക് നൽകുന്നത്. അടുത്ത് എന്ത് സംഭവിക്കുമെന്നോ എങ്ങനെയായിരിക്കുമെന്നോ അറിയാത്ത സാഹചര്യം. ഈ ഭവനം വളരെ പ്രതീക്ഷയോടുകൂടെ സ്ഥലം വാങ്ങി ഒരു 80 സെൻറ്റ് സ്ഥലവും വീടുമാണ് ഇവിടെ ഉള്ളത്. ഇത് ഡിസ്പോസൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന വിഷയമായിട്ട് നിങ്ങളോട് പറയുവാനായിട്ടാണ് ആ വസ്തുതയുടെ ഞാൻ പറയുന്നത്. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന ആ സമയത്ത് തന്നെ ഇത് ഡിസ്പോസലാക്കാനായിട്ട് വളരെ പരിശ്രമങ്ങൾ നടത്തി. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ കബളിപ്പിക്കലിൻ്റെയും തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെയും പറ്റിക്കപ്പെടലിൻ്റെയും ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല സാഹചര്യത്തിലും അദ്ദേഹം അതിന് അടിപ്പെടുവാനൊക്കെ ഇടയായി. അങ്ങനെ ഈ 2 വർഷക്കാലവും ഇത് ഡിസ്പോസലാകാനായിട്ട് സാധിച്ചില്ല. ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തത്. അതിനുശേഷം എല്ലാ മാസവും 50,000-ത്തിലധികം രൂപ 60,000-ഓളം രൂപ ഹോസ്പിറ്റലിലും മറ്റ് ചെലവുകളായിട്ട് വലിയൊരു ഭാരിച്ച തുകയാണ് ഹോസ്പിറ്റലിൽ ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഒരു മാറ്റം ഉണ്ടാകാനും അദ്ദേഹത്തിന് 2 പേർക്കും കിട്ടുന്ന പെൻഷൻ മുഴുവനായിട്ട് ഹോസ്പിറ്റലാണ് ദിവസങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മാറ്റം ഇവിടെ വരുമ്പോൾ ഒരു സർവൻ്റാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി അദ്ദേഹത്തേക്കാണ് വൈഫിനെ
സെർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭവനം എത്രയും വേഗം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊരു അഡ്വാൻസ് വാങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് മാനസികമായ സംഘർഷവും ബുദ്ധിമുട്ടുകളും അദ്ദേഹം അനുഭവിക്കാനായിട്ടിടയായി. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ക്രമപ്പെടുന്നതിനും അത് കഴിഞ്ഞിട്ട് അതിനൊരു വാടക കെട്ടിടത്തിലേക്ക് മാറാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം അതാണ് ഇതിനേക്കാളും നല്ലത്. ഇത്രയും വലിയ വീട് താമസിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഇവിടെ ഇന്ത്യയിൽ ചിലപ്പോൾ സ്റ്റേ ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. ഇവിടെ നിന്ന് മക്കളുടെ അടുത്തേക്കോ മറ്റെവിടെയെങ്കിലും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും അദ്ദേഹത്തിനും അറിയില്ല. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഒരു ഹിതം വെളിപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ മാനസിക സ്വാസ്ഥ്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടുന്നതിനും ദൈവഹിതം ഈ ദിവസങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിനുമായിട്ട് നമ്മുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ്. ഒറ്റയ്ക്കാണ് ഈ ഭവനത്തിൽ കഴിയുന്നത്. പ്രത്യാശയോടുകൂടെ അവസാനം വരെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ജയിൽ മിനിസ്ട്രിയും അതുപോലെ വളരെ ശക്തമായ മിനിസ്ട്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ ദാഹത്തോടെ തീഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ ഭവനത്തിലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഈ ദേശത്തുള്ള അനേക ഹിന്ദി മേഖലകളിലുള്ളവരെ ഓരോരുത്തരെയും അവരുടെ ക്യാമ്പുകളിൽ ചെന്ന് വാഹനം കൊണ്ടുപോയി വിളിച്ച് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം അദ്ദേഹം വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോട് ദൈവവചനമൊക്കെ സംസാരിച്ചു. ആ ശുശ്രൂഷയിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പേഷ്യൻസി, ഇത്രയും ക്ഷമ ഈ വീടുകളിലൊക്കെ പോയി അവരോ ചെന്ന് വിളിച്ചുകൊണ്ടുവരാൻ കാണിച്ച ആ സമർപ്പണമൊക്കെ ഞാൻ ഓർക്കുകയാണ്. കൃഷ്ണതയോടുകൂടി ഇന്ന് ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഈ ഭവനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് ദാസിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്, അതിൻ്റെ ഗൗരവം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ചില വാക്കുകൾ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ ഈ അസുഖമായിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വിഷൻ ഫോക്കസിലെ വിഷയം നമ്മൾ പലപ്പോഴും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും മാരകമായ പ്രതിസന്ധിയിലോ ഇതുപോലുള്ള കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയോ ചെയ്യും. പിന്നെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ചും ആ വിഷയത്തെക്കുറിച്ചും നമ്മുടെ മനോമൂലങ്ങളിൽ നിന്ന് അതങ്ങ് മറന്നു പോകും. പക്ഷെ ആ വ്യക്തിയും ആ കുടുംബവും അനുഭവിക്കുന്ന തീഷ്ണമായ ജീവിത അനുഭവങ്ങൾ നമ്മൾ അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകുകയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇത്രയും വലിയ രീതിയിൽ ഒറ്റയ്ക്കും സംസാരിക്കുവാൻ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത ഒരു സഹധർമ്മിണിയുമായിട്ട് കഴിയുന്ന ഒരു ഭർത്താവിൻ്റെ ജീവിതാവസ്ഥ, അതിലും എല്ലാം ഇപ്പോഴും 24 hours പ്രസംഗമോ പാട്ടോ തൻ്റെ സഹധർമ്മിണിയെ കേൾപ്പിക്കുകയും അദ്ദേഹവും കേൾക്കുകയും പാടുകയും ആ ഒരു സാഹചര്യത്തിലും നമ്മുടെ മിഷൻ ഫോക്കസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും താൻ കേൾക്കുന്ന ദൈവവചനം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുളച്ചു കയറിയ ദൈവവചനത്തിൻ്റെ വാക്കുകൾ, പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ, പാട്ടുകൾ മിഷൻ ഫോക്കസിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ചിലർ വാക്യമോ ഇങ്ങനെയുള്ള പ്രസ്താവനയൊക്കെ വായിക്കുമ്പോൾ നമ്മളത് കണ്ട് മറന്നുപോകും. പക്ഷേ അതേ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ആ വാക്യത്തിൻ്റെയോ വാക്കുകളുടെയോ പ്രസ്താവനകളുടെയോ പാട്ടിൻ്റെയോ പ്രസംഗത്തിൻ്റെയോ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും മറന്നു പോകാതെ ഈ ഭവനത്തെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ ഒരു സാക്ഷ്യം കൂടെ നിങ്ങൾക്ക് കേൾക്കാം. ഷിബു മാത്യുവിനെ ഞാൻ വിളിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഷെയർ ചെയ്യും. അതിനുശേഷം രാജേഷ് ബ്രദർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പ്രൈസ് ലോർഡ്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ നടത്താം. കൊളാസ്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിച്ചാൽ, അതേപോലെ തന്നെ എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചാൽ, അവരെ ക്രിസ്തു രക്ഷിക്കപ്പെട്ട ഒരാൾ
മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവരുടെ ആത്മാവ് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിൽ മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പം പിതാവ് പുത്രനെ ഏൽപ്പിച്ചത് മടക്കി തിരിച്ചു കൊടുക്കണമെന്നുള്ള ദൈവിക പദ്ധതിയാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഇതിൽ ഇപ്പം ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്നവർക്ക് നിത്യജീവനും വേണ്ടി വച്ചിരിക്കുക. സ്വർഗരാജ്യത്തെ രണ്ടൊരു അവകാശികളാണ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളും തെറ്റുകൾക്കൊക്കെ ഒരു ശുദ്ധീകരണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരുമ്പോൾ സ്വർഗത്തിൽ കാണപ്പെടുന്ന ദൈവദാസനെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ രണ്ടുപേരും നിത്യജീവൻ രാജ്യത്തിന് അവകാശികളാണ്. നിങ്ങൾ ക്രിസ്തുവിൽ മറച്ചിരിക്കുകയാണ്, സ്വർഗത്തിൽ മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നാമം വാഴ്ത്തപ്പെട്ടമാറാകട്ടെ. എനിക്കൊരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിന് ഞാൻ ഒന്നൊരു സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ മെയ് 18 എനിക്ക് പെട്ടെന്നൊരു അപകടം ഉണ്ടായി. ജോലി സ്ഥലത്ത് വെച്ച് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മെഷീൻ പുല്ല് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ചെറിയൊരു പൊടിയോ കണ്ണിലടി പതിച്ചു. അത് ഞാൻ സാരമാക്കി കളഞ്ഞു. അപ്പോഴേ തന്നെ കൈ കൊണ്ട് തിരുമ്മി സാരമാക്കി കളഞ്ഞു. എന്നാൽ ചൊവ്വാഴ്ചയിലൊന്ന് നമ്മുടെ വാട്ടപ്പാറ പ്രയർ മീറ്റിങ്ങിൽ വന്നു. അതിലിരുന്ന സമയത്ത് തന്നെ കണ്ണിൽ കൂടെ കണ്ണീരും അങ്ങ് ചോന്ന് കയറുവാനൊക്കെ ഇടയായി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സാറേന്ന് പറഞ്ഞു, ഇല്ല ഇത് വെച്ചോണ്ടിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഞാനും പ്രശാന്തും കൂടെ നമ്മുടെ പ്രയർ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് കണ്ണാശുപത്രിയിൽ പോയി കണ്ണ് ടെസ്റ്റ് ചെയ്ത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ മരുന്നൊക്കെ വെച്ച് വീട്ടിൽ വന്നു. പിറ്റേന്ന് OP ചെല്ലാൻ പറഞ്ഞു. OP ചെന്ന് കണ്ട് മെയിൻ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞു കണ്ണിൽ സ്ക്രാച്ചായി, നല്ലൊരു മുറിവാണ്, അത് ഇൻഫെക്ഷനും കൂടെ ഉണ്ട്, അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കണ്ണ് കാഴ്ച ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ സാറിനായിട്ട് വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തുറന്നു സാറ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. അനേകം ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് ഇടയാക്കിയില്ല. അത് കണ്ണൻ കാഴ്ചയുടെ ചെറിയൊരു പ്രയാസമുണ്ട്. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തു. പൂർണ്ണമായിട്ട് കരിഞ്ഞു തുടങ്ങി. അതിൻ്റെ കംപ്ലീറ്റ് ക്ലിയറായി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചൊവ്വാഴ്ച അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചൊവ്വാഴ്ച ചെല്ലുമ്പോൾ കംപ്ലീറ്റ് മാറി നല്ല കാഴ്ച ലഭിക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അതുപോലെ എൻ്റെ പപ്പയുടെ സഹോദരിയുടെ മകൻ, നമ്മുടെ പുഞ്ചിരി ബാലജന സഖ്യത്തിലെ 2 കുട്ടികളുണ്ട്, അഭിജയ്, വിജയ്. അവരുടെ പപ്പ ഞങ്ങളുടെ പ്രയർ ലിസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇതിൽ കൗണ്ട് കുറഞ്ഞ് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. ഹോസ്മയിലായിരുന്നു. സതീഷ് എന്നാണ് പേര്. ഹോസ്മയിലായിരുന്നു. ഹോസ്മയിൽ വെച്ച് അവർ പറഞ്ഞു 16,000 കൗണ്ട് ഉള്ളായിരുന്നു ഇന്നലെ. അപ്പോൾ ബ്ലഡ് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാനും ബ്ലഡ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ A- ബ്ലഡാണ്, ലെയറാണ് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലയിടത്തുമൊക്കെ വിളിച്ചു. ശ്രീചിത്രയിൽ ഞാൻ ഡോണറാണ്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചു, അവിടെയും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞാൻ സാറിനടുത്ത് റിക്വസ്റ്റ് ഇട്ടു, സാർ പ്രയർ റിക്വസ്റ്റായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ അവിടെ വെച്ച് അവർ പറഞ്ഞു, ഇനി ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കിങ്സിലോട്ട് റെഫർ ചെയ്ത് കിങ്സിൽ കൊണ്ടുപോകണം, അവിടെ ഉണ്ട്, അവിടെ നിന്ന് ബ്ലഡ് അടയ്ക്കുന്നു. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവിടെ ചെന്നപ്പോൾ 23,000 കൗണ്ട് കൂടിയെന്ന് പറഞ്ഞു. 23 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ദൈവം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു വീണ്ടും. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചവിടെ ചെന്നപ്പോൾ അവർ റിസൾട്ട് വീണ്ടും ഇന്നത്തെ റിസൾട്ട് പറയുന്നു 10,000 ആയിരുന്നു കൗണ്ട്. വീണ്ടും താന്നു. ഡെങ്കിപ്പനിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം മൊത്തം നീരുണ്ട്, കാലിലൊക്കെ നീരുണ്ട്, പിന്നെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ട് കാലിലൊക്കെ. അപ്പോൾ അങ്ങനെ ICUലാണ് ഇപ്പോൾ. അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പുഞ്ചിരിയിലെ ബാലജന സംഘത്തിലെ
സജീവ അംഗങ്ങളാണ് 2 മക്കൾ. അവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 കുപ്പി ബ്ലഡ് ഇന്ന് അടച്ചു. ഇനിയിപ്പോൾ അടുത്ത് അത് കഴിഞ്ഞിട്ട് 3 കുപ്പി ബ്ലഡ് അടച്ചിട്ട് അടുത്ത് നോക്കിയപ്പോൾ 12 കൗണ്ട്. ഉച്ചയ്ക്ക് ശേഷം 12. ഇനിയിപ്പോൾ അത് വീണ്ടും അവരിനി അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ടെസ്റ്റിൽ അതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ ഇന്നും 3 കുപ്പി ബ്ലഡ് ഇനി രാത്രി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും അത് കിട്ടാൻ പാടാണ്. നമ്മളിപ്പോൾ പലയിടത്തും കൊടുത്താണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നും കൂടി ആവശ്യപ്പെടുകയാണ്. എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഞാൻ സാധിക്കും. 12 പറഞ്ഞു 1,20,000 അതോ 12,000? 12,000. അത് വളരെ കുറവാണ്. ഒരു വാക്ക് എല്ലാവർക്കും ഒന്ന്. യേശു ആ പറഞ്ഞ സോന്റെ പേരെന്താ പറഞ്ഞ സതീഷ്. ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് ഐക്യതയോടുകൂടി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ ദൈവശക്തി അദ്ദേഹത്തിന്റെ മേലിറങ്ങണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരവെടുത്തി ആ സതീഷിന് ദൈവം അദ്ദേഹത്തിന്റെ കൗണ്ട് വർദ്ധിപ്പിച്ച് 2 ലക്ഷമാക്കി മാറ്റാൻ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അവിടെ മാറ്റിയിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. നോർമലാക്കി ദൈവം മാറ്റിയതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥന ലീഡ് ചെയ്യാൻ ദൈവദാസന് രാജേഷിനെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മഹത്വം ഉണ്ടായിട്ട് നമ്മൾ കേട്ട വിവിധ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആദ്യം കേട്ട പ്രാർത്ഥനാ വിഷയം പോലെ തന്നെ ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കേട്ടതുപോലെ തന്നെ ഞാനടക്കമുള്ള ഒരു തലമുറയ്ക്ക് ഒരു മാതൃക കൂടെയാണ്. മനുഷ്യർ പലപ്പോഴും രോഗികളായി കിടക്കയിലായിരിക്കുമ്പോൾ പരസ്പരം നോക്കാൻ കഴിയാതെ ചെറുപ്പക്കാർ ധാരാളം പേര് ഒരു വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈയിടയ്ക്ക് വായിച്ചു, കുഞ്ഞിനെ ഉപദ്രവിച്ചു. കുഞ്ഞൊരു ബാധ്യതയാവും അവരുടെ ജീവിതത്തിൽ എന്നറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഞങ്ങളെപ്പോലെ നമുക്കെല്ലാവർക്കും അതൊരു മാതൃകയാണ്. നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ ഒരു അവസ്ഥ വരുമ്പോൾ അത് കേൾക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മിഷൻ കോൺഫറൻസിന് പോയപ്പോഴത്തേക്കും ഞാൻ ഒരു ദേവദാസനെ രാജസ്ഥാനിലെ ഒരു മിഷണറിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം 80 വയസ്സുള്ള. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനൊരു പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ട് ടൈം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയില്ല, നിങ്ങളുടെ കുടുംബം നോക്കുന്നത് പോലും ഒരു ശുശ്രൂഷയാണ്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കുഞ്ഞുങ്ങളെ നോക്കുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ഒരു ശുശ്രൂഷ പൂർത്തീകരിക്കുക എന്നുള്ളത് പ്രിയങ്കിളിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവത്തിന്റെ പദ്ധതിയിലാണ് അവരായിരിക്കുന്നത്, അല്ലാതെ ദൈവം അവരെ ഒരിക്കലും നിർത്തിയിരിക്കുകയില്ല. നമുക്കറിയാം, യെരുശലേം ദേവാലയത്തില് ഒരു ഹന്നായും ഒരു ശിമയോനും ഉണ്ടായിരുന്നു. അവരേറെ പ്രായം ചെന്നവരായിരുന്നു. അവരെന്തിന് എന്നുള്ളത് അവർക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും. ആ സഭയിൽ വരുന്നവർക്ക്, ആലയത്തിൽ വരുന്നവർക്ക് തോന്നിയിട്ടുണ്ടാകും ഇത്രയും കാലം എന്തിനെന്നു. പക്ഷെ യേശുവിനെ അവരെ കരങ്ങളിലെടുത്തു. ശിമയോൻ പ്രവർത്തി, ഇപ്പോൾ നാഥ അടിയനെ അയക്കണമെന്ന്. അങ്ങനെ ജീവിതത്തിലെ ചില നന്മകൾ കാണാൻ കൂടെ ദൈവം അവരെ ഇടയാക്കട്ടെ. വലിയൊരു ഉണർവ് അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ ദൈവവേലയെ ഓർത്തും ഈ പ്രായത്തിലും ഈ തിരക്കുകൾക്കിടയിലും ദൈവവേലയ്ക്ക് ഇറങ്ങുന്നു എന്നറിയുന്നത് ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒരു മോട്ടിവേഷനാണ്. അദ്ദേഹത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എന്താണോ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് അത് അവരെ ചെയ്യുവാൻ, അവരുടെ ശുശ്രൂഷ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഷിദൂറതിന് കൊടുത്ത വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിന്റെ പൂർണ്ണ സൗഖ്യത്തിനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലായിരിക്കുന്ന സതീഷ് ബ്രദറിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഒരുമിച്ച് നമ്മളിവിടെ ഈ ഹാളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാസ്റ്റർ പറഞ്ഞതുപോലെ ഏറെ കൂടുവാൻ തക്കണം, 1,00,000 മുകളിൽ തന്നെ പോകുവാൻ തക്കണം ദൈവം ഇടയാക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങള് ഒരുമിച്ച് കർത്താവെ തിരുസന്നിധിയിലേക്ക് കർത്താവെ കടന്നു വരുന്നു. കർത്താവ്, ഈ ഭവനത്തിൽ കർത്താവിനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ സ്വന്തപ്രിയങ്ങളുടെ ആന്റിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് അവരെ കാണുവാനും
അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് അവരോട് കൂട്ടായ്മ ആചരിപ്പാനും അവിടെ നിന്ന് നൽകിയ ഈ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ശുഭപ്രദത്തിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സഹോദരനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരാൾ അങ്കിളിനെ ഓർത്തും ശുഭ ബ്രദറിനെ ഓർത്തും സതീഷ് ബ്രദറിനെ ഓർത്തും ഇപ്പോൾ ഒരാൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധമായ ഞങ്ങളുടെ തൊട്ടിയ നല്ല കർത്താവേ, ഈ ശാന്തമായ രാത്രിയിൽ ഞങ്ങൾക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവെ, അഹിംസാന്ന് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻ ഫോക്കസിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന കാലത്ത് കർത്താവെ, ദാസൻ ഇതിന് മോട്ടിവേഷൻ നൽകിയതും ഇതിന് ആലോചനകൾ നൽകിയതും പ്രാർത്ഥിച്ചതുമൊക്കെ ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. കർത്താവെ, ദാസൻ ഇന്നയോടാണ് അത്ഭുതമായി നടത്തുന്നതോ അതിനായി സ്തോത്രം. നൽകിയിരിക്കുന്ന ഉറച്ച ദൈവവിശ്വാസത്തിനായി സ്തോത്രം. നല്ല പ്രത്യാശയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അവിടെ നൽകിയിരിക്കുന്ന ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നതിനാണ് ദാസിയെ സൂക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കർത്താവെ കൈതാങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കർത്താവെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാമ്പത്യം അവർക്ക് നൽകിയല്ലോ കർത്താവെ, അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് മാതൃകയായി ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, അവർ വളരെയധികം ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലാണെങ്കിൽ പോലും ഒറ്റപ്പെടാതെ എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണമേ കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും അവർക്ക് നൽകിക്കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നിരാശപ്പെടേണ്ടവരല്ലോ കർത്താവേ, കാരണം അവർ അങ്ങേ ആരാധിക്കുന്നവരാണ്. കർത്താവെ, അവർ ദുഃഖിക്കേണ്ടവരല്ല കർത്താവെ, അങ്ങേ മാനിക്കുന്നവരാണ്. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അവർ നിരാശപ്പെട്ടു പോകേണ്ടവരല്ല, കാരണം അങ്ങേ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവർ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിദേശത്തായിരിക്കുന്ന 2 മക്കളെയും കുടുംബങ്ങളെ ഓർക്കുന്നു. അവരുടെ ആകുലത ഓർക്കുന്നു കർത്താവെ. അവരുടെ പ്രാർത്ഥനകൾ വലിയ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരിക്കണമേ കർത്താവെ. ഞങ്ങൾ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചത്, ഇവിടെ വന്ന് ഞങ്ങൾ നിലവിളിച്ചത്, ഞങ്ങൾ കരുതല് അവരുടെ വിടുതലിന് കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റിക്ക് അത്ഭുതകരമായ വിടുതൽ അവിടെ നൽകണമേ കർത്താവെ. വർഷങ്ങളായി കിടക്കയിലായിരുന്ന ആളുകൾക്ക് അത്ഭുത വിടുതൽ നൽകിയത് ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. രാജിയെ അവിടെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അത്ഭുത വിടുതൽ കണ്ടങ്ങെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഡിസ്പോസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് തന്നെ ഇന്നത്തെ ഈ റിയൽ എസ്റ്റേറ്റിന്റെ മാന്യമാണെന്ന് അറിയുന്നു. പക്ഷേ ദൈവമക്കൾക്കാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. വളരെ വേഗത്തിൽ അവർ ആഗ്രഹിക്കുന്ന നല്ല വിലയ്ക്ക് ഇത് വിറ്റ് അങ്ങേ കർത്താവ് പ്രയോജനപ്പെടുവാൻ പിതാവ് സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭപ്രദമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ സ്ഥിരമായി പങ്കെടുക്കുകയും ഈ കൂട്ടായ്മയ്ക്ക് താങ്ങായി നിൽക്കുന്ന നിലയിൽ മകന്റെ മേൽ ഉണ്ടായ വളരെ പെട്ടെന്നുണ്ടായ ആരോപാതയും അത്ഭുതകരമായ വിടുതൽ അവിടെ നയിച്ചതിനായി കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കാതെ മറ്റ് കോംപ്ലിക്കേഷൻസിലൊന്നും പോകാതെ ഒരു പൂർണ്ണമായ വിടുതലിലേക്ക് അവിടെ നയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് ചൊവ്വാഴ്ച ഡോക്ടർ പൂർണ്ണമായ സൗഖ്യമുണ്ട് എന്ന് പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്നടിയമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹമാനായ ദൈവമേ, ഇപ്പോൾ ഹോസ്പിറ്റൽ ഐസിയുലായിരിക്കുന്ന സതീശ് എന്ന സഹോദരനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും കണ്ടിട്ടില്ലായെങ്കിലും കർത്താവെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ സ്ഥാനത്തിൽ ദാസനോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വാർത്ത കേൾക്കുമ്പോൾ സൗണ്ട് നന്നായി വർദ്ധിച്ചു വരുന്നത് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന വാർത്ത കേട്ട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൂക്ഷിക്കുന്ന ഡോക്ടർമാർ ശരിയായ ഡയഗ്നോസ് ചെയ്യാനും ശരിയായ ഔഷധം കൊടുക്കാനും അത് ശരീരം അക്സെപ്റ്റ് ചെയ്യാനും എല്ലാ തലങ്ങളിലുമുള്ള ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ അവിടെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സഹോദരന്റെ വിടുതലിന്റെ കാരണമാകുന്ന ഈ ആരാധനയായി പ്രാർത്ഥന ലീഡിക്കുന്ന സഹോദരനായി അത്യാവശ്യമായി ഈ സന്ധ്യയെങ്കിൽ ഈ ഭവനത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാവരും രാത്രി ദൈവത്തിനായി
കർത്താവേ ലോകസഭാനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ വചനം ഞങ്ങൾക്ക് നൽകുവാനുള്ള ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന പ്രത്യേകിച്ച് ഭാരതത്തിനായി, ഈ ദേശത്തിനായി, ഈ ലഹരിക്കെതിരായി, അടിമത്തത്തിനെതിരായി, അന്ധവിശ്വാസങ്ങൾക്കെതിരായി, അനാചാരങ്ങൾക്കെതിരായി ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് നമ്മുടെ സുവിശേഷീകരണവും വേലക്കാർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാതെ നോർത്ത് ഇന്ത്യയുടെ മേഖലകളിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോയിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവിടെയുള്ള പ്രത്യേക തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ സുവിശേഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയാണെങ്കിൽ അവിടെ കോടിക്കണക്കിന് രൂപ ഫൈൻ, 10 ലക്ഷം രൂപ, 10 വർഷം വരെ തടവ് കിടക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ആ ദേവദാസന്മാരെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസം UP-യിലും ആണ് പോകുന്നു. 4 ദേവദാസന്മാരെ ജയിലിൽ അടച്ചു കേൾക്കുന്നു. അപ്പോൾ വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് പ്രത്യേകിച്ച് മലയാളികളെ അവർ പ്രത്യേകിച്ച് ഐഡന്റിഫൈ ചെയ്യും, ഫോക്കസ് ചെയ്യും, അവരുടെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പല ആരാധനകളിലും അടഞ്ഞു കിടക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം നടക്കുമ്പോൾ തന്നെ അവിടെയുള്ള ദേവദാസന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വലിയൊരു ഉണർവ് നോർത്ത് ഇന്ത്യയുടെ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പൊ അവിടെയുള്ള വേലക്കാരും എഴുന്നേറ്റ് വരേണ്ടത്, പ്രാദേശികമായിട്ട് ജനങ്ങൾ ബലപ്പെട്ട് വരേണ്ടതിനും അവിടെയുള്ള വേലക്കാരെ അതിന് വേണ്ടിയിട്ട് ഒരുക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനി അങ്ങോട്ട് മലയാളീസിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്ന് പറയുന്നത് ദൈവം തീർച്ചയായും പോകാതിരിക്കത്തില്ല. എന്നാലും അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ പ്രദേശത്ത് നിന്ന് പ്രാദേശികമായിട്ട് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് വ്യക്തികൾ ദേവദാസന്മാരെ എഴുന്നേറ്റ് വരേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സുവിശേഷ വേലക്കാരുടെ മക്കളെ ഓർത്ത് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വൈഫ് അനുഭവിക്കുന്നത് അവരെ ഓർത്തല്ല, അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്താണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ ദിവസം ജോസ് പാസ്റ്റർ സാക്ഷ്യം കേട്ടപ്പോഴാണെന്ന് തോന്നുന്നു, ജോസ് പാസ്റ്ററെ അവർ ആക്രമിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന ബെഞ്ചില് ഇരിക്കുന്ന കുട്ടി തൊട്ടടുത്തുള്ള കുട്ടിയോട് പറയുന്നു, എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ പപ്പേനെ കൊല്ലും, അവരെ കൊന്നിട്ട് നിങ്ങളായിരിക്കും അടുത്ത് കൊല്ലുന്നതെന്ന് തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞിനോട് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടുമ്പോൾ തന്നെ നമുക്ക് ആദ്യമാണ് വൈകുന്നേരം അവർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് ആദ്യം. പക്ഷെ അവര് ആ ഗ്രാമങ്ങളിലൂടെ അവരൊറ്റയ്ക്ക് ആ സർക്കാർ സ്കൂളുകളിൽ ആ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുമ്പോൾ ഈ മാസ്റ്റർമാരുടെ ഹൃദയത്തിലെ ഭാരം എന്തുമാത്രമായിരിക്കും എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കണം. രാജസ്ഥാനിലെ എൻ്റെ ബോസ് മാസ്റ്റർ കഴിഞ്ഞ 6 മാസം മുമ്പ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്, രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ഒരു 100 ആൾക്കാർ വന്ന് ആക്രമിച്ചു. ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോയി, അദ്ദേഹത്തെ പിടിച്ചു വെച്ച് ഇടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു. പക്ഷെ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ്, പാസ്റ്റർ എന്നെ അവരെ അടിച്ചതൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ 16 വയസ്സുകാരനെ ഈ പാസ്റ്ററിനെ പിടിച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ 16 വയസ്സുകാരനെ മകനെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാസ്റ്റർ പറയുന്നത് സ്വന്തം മകനെ ഇടിക്കുന്നത് അവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും എനിക്ക് കഴിയാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ആ പാസ്റ്റർ പറഞ്ഞത്. ആ പാസ്റ്റർ അത് 6 മാസം മുമ്പ് നടന്ന സംഭവം പറയുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്, പാസ്റ്ററുടെ വൈഫും പുറകിലിരുന്ന് കരയുകയാണ്, പാസ്റ്ററുടെ മകനോടാണ്. അപ്പം പ്രത്യേകിച്ച് അവര് നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്, പാസ്റ്റർമാരുടെ മക്കൾ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട്. റീസെന്റ് ആയിട്ട് ഞാൻ കോൺഫറൻസിൽ പോയപ്പോൾ കേട്ട പാസ്റ്റർ കറുത്താണ്, പാസ്റ്ററുടെ മകൻ കറുത്താണ്, അവനെ കാക്ക എന്നാണ് അവിടുത്തെ ക്ലാസ്സിലുള്ള എല്ലാവരും വിളിക്കുന്നത്, ടീച്ചറും അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ അവൻ കഴിഞ്ഞ് 10ാം ക്ലാസ് ഈ വർഷം എഴുതി. അവനെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന അവസാനത്തെ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവന് പെട്ടെന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പം ആ ടീച്ചർ അവനോട് ചെന്ന് പറഞ്ഞ് കാര്യം നീ എഴുതിയെന്ന് മതിയടാ എന്ന് പറഞ്ഞ് അവൻ്റെ ആ പേപ്പർ തിരിച്ചു വാങ്ങി. ഇവൻ വീട്ടിൽ പോയി നേരെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇനി 11ാം ക്ലാസ്സിൽ ഞാൻ ഈ സംസ്ഥാനത്ത് പഠിക്കുന്നില്ല, ഇനി കേരളത്തിൽ എവിടെയെങ്കിലും പഠിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അവന് പാസ്റ്ററോട് അന്നാണ് ആ കാര്യം തുറന്നു പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് അവൻ എന്തുമാത്രം ആ ഒരു സ്ട്രഗിളിലൂടെ ആ സ്കൂളിലൂടെ കടന്നുപോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടുത്തെ ദൈവവേലക്കാരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങള് നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടു സഹോദരങ്ങളെ ഓർത്ത്
കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ അവർ ചെന്ന് കർത്താവെ സൂത്രാലിലെ കർത്താവെ സൂത്രം ഒരു നല്ലൊരു മാർക്കറ്റ് ഇല്ലാത്ത, നല്ലൊരു ബസ് സർവീസ് ഇല്ലാത്ത, നല്ലൊരു വാഹനമില്ലാത്ത, കർത്താവെ സൂത്രം നല്ലൊരു സ്കൂളില്ലാത്ത ഒരിടത്ത് ചെന്ന് കർത്താവെ സൂത്രം അവർ തങ്ങളുടെ കുടുംബമായിട്ട് കർത്താവോട് പ്രവർത്തിക്കുമ്പോൾ കർത്താവെ അവർക്കറിയാം ഏതോ നിമിഷവും കർത്താവെ അവർക്ക് ഒരു ആക്രമണം നേരിടേണ്ടി വരാം എന്നവർക്കറിയാം. കർത്താവെ സൂത്രാലിലെ ഒരു ഗ്രഹനാഥത്തിന് ഈ ഒരു അപ്പന്റെ കടമയാണ് കർത്താവെ സൂത്രം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ എല്ലാം കരുതണമെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. എന്നാൽ നീ അവരെ കരുതുമെന്ന് കർത്താവ് വലിയൊരു ഉറപ്പ് അവർക്കുണ്ട്. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കടന്നു വന്ന് കർത്താവെ സൂത്രം ആ ദേവദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ ദൂതന്മാരെ കർത്താവ് നീ അവരെ കാവലാക്കും. കർത്താവ് ദേശത്ത് നീ അവിടുന്ന് അവരെ മാനിക്കണം. അവരുടെ കയ്യിലുള്ള വലിയൊരു ഉണർവ് കർത്താവെ സൂത്രം ആ ദേശത്ത് കർത്താവെ സ്വതന്ത്രം നടക്കണം. കർത്താവ് അവരെ കർത്താവെ സ്വതന്ത്രം ഉപദ്രവിക്കുവാൻ ഉയർത്ത കയറുകൾ കർത്താവെ സ്വതന്ത്രം നന്മയുള്ള കരങ്ങളെന്ന് പറയത്തക്കവണ്ണം കർത്താവ് അവരുടെ നാവുകളെ അവിടുന്ന് ബലപ്പെടുത്തണം. നമുക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഓർത്ത് നീ ഓർത്തും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരുടെ ഓർത്തും അവരുടെ മക്കളെ ഓർത്തും ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദം നിർത്തി പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ കർത്താവേ, പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മധ്യത്തിൽ ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിലെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിഷണറി സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വടക്കീഴിൽ അനേക ദേവദാസന്മാർ ഉപദ്രവിക്കപ്പെടുകയും ആശുപത്രികളിലും ജയിലുകളിലും വീടുകളിലുമായി രോഗികളായി കഴിയുന്ന കർത്താവയുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ ഒറ്റയ്ക്കായി പോയവർ, മാതാപിതാക്കൾ ജയിലിലായിരിക്കുമ്പോൾ കർത്താവയുടെ സഹോദരങ്ങൾ അവിടെ ഇല്ലാതെ, ബന്ധുക്കളില്ലാതെ, വിശ്വാസികളുടെ ഭവനങ്ങൾ അവരായിരിക്കുമ്പോൾ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങൾ അവർ നേരിടുന്നതായ ദുഃഖകരമായ അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി അവർ ആക്ഷേപത്തിനും പരിഹാസത്തിനും ഉപദ്രവത്തിനും പാത്രമായി തീരുമ്പോൾ കർത്താവെ, നീ വിട്ടാതിരിക്കുന്ന ദൈവമല്ല, നീ ന്യായം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാകിയാൽ ഞങ്ങളൊക്കെ വാഴപ്പെട്ടു. അനേക ആലയങ്ങൾ അടച്ചുപൂട്ടി ദൈവമക്കൾക്ക് ആരാധിപ്പാൻ കഴിയാതെ അനേക ദുഃഖത്തോടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവേ, ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും വെളിപ്പെടേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. മതവിരോധന ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്ന സ്റ്റേറ്റുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ സ്വാതന്ത്ര്യം അവർക്ക് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാണഭയത്തോടെയാണ് അനേക ദേവദാസന്മാർ ജീവിക്കുന്നത്. കർത്താവെ, എപ്പോൾ കൊല്ലപ്പെടും, എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭീതിയോടെ കർത്താവെ ഭയത്തോടുകൂടെ ഗ്രാമങ്ങളിലും ഭവനങ്ങളിലും പോയി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. പല പ്രാവശ്യം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും പിന്നെയും ജാമ്യം കിട്ടുമ്പോൾ പിന്നെയും സുവിശേഷം പറയുന്ന ദേവദാസന്മാരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അപ്പൻ അറിയണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമേ. ഏകാന്തതയിൽ കഴിയുന്നവർക്ക് ആശ്വാസം കൽപ്പിക്കണമേ. ദൈവത്തിന്റെ വചനം അവരെ ധൈര്യപ്പെടുത്തണമേ. അവരോടുകൂടെ ഒന്ന് പ്രാർത്ഥിപ്പാൻ ദൈവമക്കളെ നൽകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, അങ്ങനെ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിച്ചിട്ട് ഡെഡ്ബോഡിയോൾ അടക്കുവാൻ കഴിയാത്ത തരത്തിൽ കർത്താവേ, ദൈവമക്കൾക്ക് വിരോധമായിട്ടുള്ള പ്രയാസങ്ങൾ വടക്കേക്കിടെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വടക്കേക്ക് വേണ്ടി കരയുവാൻ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയ ആത്മഭാരമുള്ള ഒരു ഹൃദയം ദൈവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാൻ, അവരെ നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടുവാനൊക്കെയും ദൈവമക്കളായി ഞങ്ങൾക്ക് ദൈവം അവസരങ്ങൾ പെരുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പ, ദൈവമക്കൾക്ക് ദൈവദാസന്മാർ കടഞ്ഞെല്ലുവാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വിശ്വാസികളെ കൊണ്ട് അങ്ങ് പ്രവർത്തിപ്പിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ തലമുറയിൽ ഒരു വലിയ ഉണർവ് ഞങ്ങളുടെ രാജ്യത്ത് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളുടെയും ക്ലേശങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും തടവുകളുടെയും ഉപദ്രവങ്ങളുടെ നടുവിൽ 1-ാം നൂറ്റാണ്ടിൽ സഭ വളർന്നതുപോലെ ഈ രാജ്യത്തിൽ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ദൈവസഭ വളരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സാക്ഷികളെ കൊണ്ട് ഞങ്ങൾ രാജ്യം നിറയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. 245 കോടി ജനവും സുവിശേഷം കേൾക്കേണ്ടതിനായി, അതിൽ ലക്ഷങ്ങൾ മാനസാന്തരപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്.
ദൈവമേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിൽ ഒരു വലിയ ഉണർവഹിക്കണമേ. ഇന്നത്തെ അവസ്ഥകളെല്ലാം വ്യത്യാസം വരുത്തണമേ കർത്താവേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണം, അവിടെ കണ്ണുനീരുകളെ ദൈവം തുടയ്ക്കണം, അവിടെ ആവശ്യങ്ങൾ അറിയണം, ആഹാരം കൊടുക്കണം, വാഹനങ്ങളെ കൊടുക്കണം, ആലയങ്ങളെ കൊടുക്കണം, ദൈവമക്കളെ കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ഇടയാക്കണമേ. ദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണമേ. വചനം പറയുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകണമേ. എല്ലാ സഭകളിലും ഉണർവിന്റെ കൊടുങ്കാറ്റടിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തുടർന്ന് നമ്മുടെ സഭകളുടെ ആത്മീയ ഉണർവുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. വിവിധ സഭകൾ വിവിധ ഇടങ്ങളിലേക്കുണ്ട്. അവിടുത്തെ ആത്മീയ ഉണർവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിലെ സഭയിലെ ഓരോ അംഗവും ദൈവവചനത്തിൽ വേരുന്നവരായി വളരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാം. ആരാധനകളിൽ ദൈവസാന്നിധ്യം ശക്തമായി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നടത്തിപ്പിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിലെ സംഘടനകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം BB, YFC, CEF, വിവിധ തരത്തിലുള്ള സംഘടനകളും ഉണ്ട്. അതുപോലെ തന്നെ സഭകളുണ്ട്. ഈ സഭകളെല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സഭകളിൽ വലിയൊരു ഉണർവ് ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതിനകത്ത് തന്നെ വ്യക്തികൾ എഴുന്നേൽക്കേണ്ടതിനും വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരേണ്ടതിനും പരിശുദ്ധാത്മാവിന്റെ ഇതപ്രകാരം ദൈവഹിതം ചെയ്ത് തങ്ങളുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ സഭകളുടെ ആത്മീയ ഉണർവുകൾക്കായിട്ട് അതുപോലെ തന്നെ സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സംഘടനകളെ ഓർത്തും സഭകളെ ഓർത്തും നമുക്ക് ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ സ്വപ്നാലിലെ എല്ലാ സഭകളെയും സംഘടനകളെയും കർത്താവെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ കർത്താവെ സ്വപ്നം വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവെ ക്രിസ്തു തലയും കർത്താവ് ഞങ്ങൾ കർത്താവെ സ്വപ്നം അങ്ങയുടെ ശരീരവുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ സ്വപ്നാലിലെ ഒരു ഭാഗത്തിന് വേദനിച്ചാൽ അത് മറ്റേ ശരീരം മുഴുവനും വേദനിക്കുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞങ്ങൾ കർത്താവിന്റെ ശരീരമാകുന്നവരും ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല എല്ലാ കുറവുകളും നീക്കി കർത്താവ് സഭ വലിയ ഉണർവിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാ സഭകളും ഉണരുവാൻ അവിടുന്ന് അവരെ ഏൽപ്പിച്ച് ഓരോരുത്തരെ ഏൽപ്പിച്ച് ശുശ്രൂഷകൾ പൂർത്തീകരിക്കാനും അവിടുത്തെ സഹായികളെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി സഭകളുടെ ആത്മീയ ഉണർവിനും അതുപോലെ തന്നെ സുവിശേഷീകരണ സംഘടനകൾക്കും വിവിധ സഭകൾക്കുമായിട്ട് പ്രാർത്ഥിച്ചു. ഞാനൊരു സഭയെ പണി ദൈവത്തിന്റെ വലിയ ശബ്ദം ആത്മീയമായ വളർച്ച ദൈവസഭകൾക്ക് സന്തോഷം പ്രാപിക്കുന്ന അനുഭവങ്ങളായി ആരാധിക്കുന്ന അവരെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ഉണ്ടാകുവാൻ അഭിഷേകത്തോടെ ആശംസയോടെ ആത്മബലത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന തലമുറ സഭകൾ പോകുന്നെങ്കിലും ദൈവമായി ബന്ധമില്ലാതെ കഴിയുന്ന ജനത പിന്മാറ്റങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മുറിവേറ്റിരിക്കുന്നവരുടെ കർത്താവേ, ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കർത്താവേ, അവരുടെ മുറിവുകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ അവിടെ മുറിപ്പെടുത്ത ആ മുറിവുകളെ സൗഖ്യമാക്കുമാറാകണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആത്മാവിൽ വളരുവാൻ കഴിയാതെ കർത്താവേ അടിച്ചുമർത്തപ്പെട്ട കർത്താവിനെ വ്യക്തികളുടെ കർത്താവേ, അവരെ ഓർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൽ വളരട്ടെ കർത്താവേ. മുള്ളിനിടയിൽ വീണ വ്യക്തികൾ പോലെ അകപ്പെട്ടു പോയ ഒത്തിരി പേരുടെ കർത്താവേ, പാവപ്രസരിക്കുന്നവരുണ്ട്. അവരെല്ലാം നല്ലതിലെ പോലെ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവസഭകളിൽ വളർത്തുവാൻ ദൈവമേ സഹായിക്കണമേ.
പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ യുവതലമുറയ്ക്കായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമായി ഒരു ബന്ധമില്ലാത്ത തലമുറകളായി തലമുറകൾ ദിവസോട്ടിരിക്കുമ്പോൾ മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരിയും പദാർത്ഥങ്ങളും അടിമകളായി ദൈവസ്ഥാനം നഷ്ടപ്പെട്ടവരായി കർത്താവേ, മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകളായി, വാത്സല്യമില്ലാത്ത ആർക്കും ഇണങ്ങാത്ത തലമുറകളായി ഒരു കൂട്ടം തലമുറകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ആരും തീരുമാനം അനുവദിക്കരുതേ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാവേ, ആത്മീയരായ ഒരു കൂട്ടം തലമുറകളുടെ സഭകളിൽ എഴുന്നേൽക്കുന്നതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാവേ, വിശ്വാസത്തോടെ തീഷ്ണതയോടെ നിൽക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ശക്തിയോടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ മുന്നോട്ട് ഓടുന്ന ഒരു കൂട്ടം തലമുറ ദിവസം എഴുന്നേൽക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാവേ. ദേശത്തിന് വേണ്ടി, സഭകൾക്ക് വേണ്ടി കിടന്നു നിൽക്കുന്ന ഒരു പുരുഷനെ ഞാൻ തിരയുന്നു എന്ന പ്രവാചകരോട് ദൈവശബ്ദം കേൾപ്പിച്ചതുപോലെ ഈ ദിവസം ഓരോ ദേശങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കുടുംബങ്ങൾക്ക് അകത്ത് വരെ അനേക തലമുറകൾ കർത്താവിന്റെ നിലക്ക് തലമുറ എഴുന്നേൽക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവേ. അതിനെ സഭകൾ ശക്തിയോടെ ശ്രമിക്കുവാൻ, ശക്തിയോടെ അവരുടെ അടിസ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാണ്. അഭിഷിക്തന്മാരെ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്തവർക്കായി മടുത്തു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, എല്ലാവരെ ഭാരപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ വചനമായിരിക്കുവാൻ, ഉപദേശം കൊടുക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാരെ ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാവേ. എന്റെ കർത്താവേ, ആ സഭയുടെ തലയാങ്കാണുന്ന കർത്താവേ, അങ്ങനെ സഭയെ പണിയുന്നത് വയ്ക്കായി സ്തോത്രം കർത്താവേ. വലിയ ഉണർവ് അന്ത്യകാലഘട്ടത്തിൽ ഒരു ഉണർവ് സഭയുടെ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ വെളിപ്പെടേണ്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നതാവേ. ദൈവത്തോട് എടുക്കേണ്ട കർത്താവേ, വിശ്വാസത്താൽ ധൈര്യപ്പെട്ടു പോകാതെ, വിശ്വാസത്യാഗം സംഭവിക്കാതെ വണ്ണം അവർ ദൈവത്തോട് ചേർന്നിരിക്കാൻ ദൈവസഭകൾ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. എല്ലാ ദൈവസഭകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാവേ. അവിടുത്തെ കൂടെ നാട്ടെ, അവിടുത്തെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയൊരു ചെയ്യുന്ന കൃപയ്ക്കായി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ചുറ്റുമുള്ള ജനത്തിന്റെ വിടുതലിനും സ്വാതന്ത്ര്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. പിശാചിന്റെ ഇരുട്ടറകൾ കിടക്കുന്നവരുണ്ട്. സുവിശേഷം കേൾക്കാതെ വേണം പിശാച് കണ്ണ് അടച്ച് കളയുന്നവരുണ്ട്, ഇരുട്ടാക്കി കളയുന്നവരുണ്ട്. പ്രത്യേകിച്ച് മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും നമ്മുടെ ഒരു തലമുറയെ കാർന്നു നിന്നുന്ന പൈശാചിക തന്ത്രങ്ങളുണ്ട്. അതിനെല്ലാം യേശുവിന്റെ നാമത്തിൽ നമുക്ക് ശാസിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്നെല്ലാം ജനം വിടുവിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടുകളിൽ മാനസിക പ്രശ്നങ്ങളെല്ലാം ധാരാളം കൂടി വരുന്ന ഒരു സമയമാണ്. മൊബൈലിന് അഡിക്റ്റ് ആവുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, മാതാപിതാക്കളെ കൊല്ലുന്നവരുണ്ട്. പ്രത്യേകിച്ച് ആത്മഹത്യകളെല്ലാം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽക്കാരെ, നമ്മുടെ ഭവനങ്ങളെ എല്ലാം ദൈവത്തിന്റെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളിപ്പോ കർത്താവേ സ്വന്തം ഞങ്ങളുടെ ദേശത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അയൽക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിന്റെ കൽപ്പന ഉണ്ടല്ലോ. കർത്താവ് അവരുടെ അവസ്ഥ എന്താണെന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. ലഹരിയിൽ നിന്ന് നീ അവരെ വിടുവിക്കണം, ആത്മഹത്യയിൽ നിന്ന് അവരെ വിടുവിക്കണം. കർത്താവ് ഇരുട്ടിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് നയിക്കണം. കർത്താവ് അവരുടെ മുമ്പിൽ കർത്താവ് ക്രിസ്തു എന്ന പ്രകാശം ജ്വലിക്കണം. അതിനുവേണ്ടിയിട്ട് ഞങ്ങളെ കർത്താവ് തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരാൾ ആ വിഷയത്തെ ഓർത്ത് അദ്ദേഹത്തിന്റെ വിടുതലിനും വലിയൊരു സ്വാതന്ത്ര്യത്തിനും ജനം വിടുവിക്കപ്പെടേണ്ടതിനും സുവിശേഷം കേൾക്കേണ്ടതിനും ലഹരി ഉപയോഗത്തിൽ നിന്നെല്ലാം നമ്മുടെ യുവാക്കളെ വിടുതൽ പ്രാപിക്കേണ്ടതിനും വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ ഓർത്ത് ആരെങ്കിലും ഒരാളെ ഇപ്പോൾ ശബ്ദം പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നമുക്കെല്ലാവർക്കും ഈ ആരാധനയിൽ ഒരുമിച്ച് കൂടുവാനുള്ള കൃപ നൽകി. വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഐക്യതയോടെ ഇരിക്കുന്ന നമ്മുടെ വ്യക്തിയുടെ പദ്ധതി ഇറങ്ങി വരും. ഒരുമനപ്പെട്ടിരിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ കാര്യത്തിൽ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യത കൊണ്ട് ഏത് കാര്യത്തിൽ അപേക്ഷിച്ചാലും ഇവിടെ പറയപ്പെട്ട ഓരോ വിഷയങ്ങളെയും അവരുടെ കൊണ്ടുകാരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ വിഷാദിന്റെ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് ദൈവം വിടുതൽ കൊടുക്കണം. കർത്താവെ, ലഹരി ഉപയോഗിക്കുന്നവർക്ക് ദൈവം വിടുതൽ കൊടുക്കണം. ഇവിടെ നോക്കുമ്പോൾ ഉളമർ ആശുപത്രിയിലും നവോദയ സ്തോത്ര ശാസ്ത്രമേഖല ആശുപത്രിയിലൊക്കെ കൊച്ചുമക്കളൊക്കെ ലഹരി ഉപയോഗിച്ചു വരും. അവരെ ആ സമതലം തെറ്റി കർത്താവെ സ്തോത്രം കൊണ്ടാക്കിയിട്ട് പോയിട്ട് കുട്ടി പോലും നോക്കാതെ മാതാപിതാക്കൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവെ, ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്, ഞങ്ങളിവിടെ കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ, ദേശത്തിന് ആ ഭവനങ്ങളിലൊക്കെ വിടുതലായി തീരുവാൻ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം രാത്രികാലം സകലത്തിന് മറുപടി തരുവാനും അവരുടെ അധികാരമുള്ളവരാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. മാനസികമായ പ്രയാസത്തിൽ അനുഭവിക്കുന്നവർ, ശാരീരികമായി തളർന്നു പോകുന്ന അനുഭവത്തിലായിരിക്കുന്നവരൊക്കെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. തലമുറകളെ നശിപ്പിക്കുന്ന ഓരോ ശക്തികളെയും അപാധികളെയും നിർദ്ദേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലുകരം ഈ മീറ്റിംഗ് ഹല്ലേലൂയ സ്വർഗ്ഗം പ്രസാദിക്കണം. കർത്താവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയത് കർത്താവെ അനേക മക്കൾക്ക് വിടുതലായി മാറുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ പരിശുദ്ധ സാന്നിധ്യം അയച്ച് കർത്താവെ അനേകവരെ വിടുവിച്ചവനാണ് കർത്താവ്. ഞങ്ങളുടെ ശരീരം ആരൊക്കെ കൈനീട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം വിടുവിച്ചിട്ടുണ്ട്, നിറച്ചിട്ടുണ്ട്. കർത്താവെ, ഇന്ന് രാത്രികാലം ഈ ഭവനത്തിൽ ഒരുക്കിയിരിക്കുന്ന മീറ്റിംഗ്, ഈ ഭവനത്തിന് വിടുതലും കർത്താവിന്റെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ വിടുതലായി മാറുവാൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, കണ്ണീരോടെ വിലക്കുന്ന ആർക്കോടെ പോയി രാത്രിയിൽ ഒരു തുള്ളി കണ്ണുനീർ ആരെങ്കിലും ഇതിനകത്ത് വീഴുന്നുണ്ടെങ്കിൽ, കണ്ണുനീരോട് ആരെങ്കിലും ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കണ്ണുനീർ കണ്ട് മനസ്സറിയുന്ന ദൈവം രാത്രി കാലത്തിനകത്ത് വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കണം. ഇവിടെ പറയപ്പെട്ട ഓരോ വിഷയങ്ങളുണ്ട്, അതിനൊക്കെ ദൈവം വിടുതലും സൗഖ്യം അയച്ചതിനായ സ്തോത്രം. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ കുടുംബ ദൈവദാസന്മാരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ. ആമേൻ, ആമേൻ. നമ്മുടെ ലോകത്തിന്റെ സമാധാനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെല്ലാം നടക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ കുറിച്ച് നമുക്കറിയാം. ചില സമയത്ത് യുദ്ധം നിർത്തിയെന്ന് പറയും, തുടർന്ന് വരുന്നത് നമ്മുടെ അടുക്കള വരെ സ്വാധീനിക്കുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തെ വരെ സ്വാധീനിക്കുന്ന ഒരു യുദ്ധമാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകത്തിന്റെ സമാധാനങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങളുടെ സമാധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനോർത്ത് പ്രാർത്ഥിക്കാം. യുദ്ധം അവസാനിക്കേണ്ടതിന് വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്ന്, എല്ലാ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദൈവം ജനത്തെ കാത്തു പരിപാലിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി രാജ്യങ്ങളെ ഓർത്തും രാജ്യങ്ങളുടെ സമാധാനത്തെ ഓർത്തും ഇപ്പോൾ ശബ്ദങ്ങൾക്ക് പ്രാർത്ഥിച്ചു.
ഭാരത്തെ സമർപ്പിക്കുന്നപ്പ വിവിധ ആവശ്യങ്ങൾ ഭാരത്തോട് കഴിക്കുന്നവർക്ക് എല്ലാ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണം. പ്രാർത്ഥന ദൈവത്തിന്റെ സ്തോത്രം. രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥനയായിട്ട് തന്നെ സ്തുതിക്കാം. വലിയൊരു ആത്മീയ കൊയ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ഉണർവ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ഉണർവ് നടക്കുക തന്നെ ചെയ്യും. നമുക്ക് വാര്യാപുരം യോനാച്ചാൻ, കേരളത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതാണ് വാര്യാപുരം യോനാച്ചാൻ. അദ്ദേഹം ഒരു പ്രവചനം 1990-കളിൽ ഇതിന്റെ മരണക്കിടക്കയിൽ പറഞ്ഞിട്ടുണ്ട്. വടക്ക് നിന്നൊരു വാൾ, തെക്ക് നിന്നൊരു തീ, വടക്ക് നിന്ന് ഉയരുന്ന വാളിനെ തെക്ക് നിന്ന് ഉയരുന്ന തീ ദഹിപ്പിച്ച് കളയുമെന്നൊരു പ്രവചനം. അതിനുശേഷം പല ദേവദാസന്മാർ പറഞ്ഞിട്ടുണ്ട് തെക്ക് നിന്ന് വലിയൊരു ഉണർവ് പുറപ്പെടും എന്നുള്ളത്. വടക്ക് നിന്ന് വാൾ ഉയർന്നു കഴിഞ്ഞു, ഇനി തെക്ക് നിന്നൊരു തീയാണ് പുറപ്പെടേണ്ടത്. ആ തീയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഈ സുവാർത്ത യാത്രയുടെ ഒരു ഉണർവിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളും മാറണമേ എന്നുള്ളതാണ് നമുക്ക് ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥന വേണ്ടത്. അങ്ങനെ ഒരു വലിയൊരു ഉണർവ് ദൈവം അയക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മളെ ആ ഉണർവിന് വേണ്ടി ഉപയോഗിക്കണമേ എന്നുള്ളത്. അങ്ങനെ വലിയൊരു ഉണർവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സുവാർത്ത യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെല്ലാം സാറും ബാക്കിയുള്ളവരും എല്ലാം അതിന്റെ പുറകെ അധ്വാനിക്കുകയാണ്, പെർമിഷന് വേണ്ടി ഓടുകയാണ്. ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ദേശത്തൊരു ഉണർവ് ദൈവം അയക്കും. ദൈവം ഈ സുവാർത്ത ദൂതിയിലൂടെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അറേഞ്ച്മെന്റുകളുണ്ട്. പോലീസ് അധികാരികളിൽ നിന്ന് എല്ലാ വാർഡുകളിൽ നിന്നും നമുക്ക് പെർമിഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. ലഘുലേഖകൾ ഒരുക്കേണ്ടതായിട്ട് പ്രോഗ്രാം അതിനു വേണ്ടി സെറ്റ് ചെയ്യേണ്ട വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ നിലവിൽ കാണുന്ന രീതിയിലുള്ള ഒരു പരസ്യയോഗം എന്നുള്ളതിനേക്കാട്ടിൽ ഉപരിയായി ചിലരുടെ എല്ലാം ഹൃദയങ്ങളിൽ തുടത്തൊക്കെ വേണം. ലുതിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവം ചിലരുടെ ഹൃദയങ്ങളെല്ലാം തുടത്തൊക്കെ വേണം. വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഈ സുവാർത്തയുടെ പ്രാർത്ഥനകളും സുവാർത്തയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വലിയൊരു ഉണർവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ഒരു ഉണർവ് നമ്മുടെ ദേശത്ത് നിന്ന് ആരംഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനെ നമുക്ക് ഓരോരുത്തരെയും ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈ സുവാർത്ത യാത്രയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അതിനുവേണ്ടി നിയന്ത്രിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ആത്മീയ കൂട്ടായ്മകൾക്കായി പ്രസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ഞങ്ങളുടെ ദേശങ്ങളിൽ ഉണർവുണ്ടാകുക, ദൈവദാസന്മാരുടെ വലിയ ഐക്യത ഉണ്ടാകുക, ഹൃദയം ഉണ്ടാകുക, ഞങ്ങളുടെ തന്നെ താഴ്ച ദൈവം അന്വേഷിക്കുക. കർത്താവെ ഉണർന്ന തീ ഞങ്ങൾക്ക് കരുത്തുറങ്ങുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേൾക്കുന്നതായ ആ പ്രവചന ശബ്ദം പോലെ കർത്താവെ സ്തോത്രം അടക്കുന്നത് വാഴുമ്പോൾ തീവ്രപ്പെടുന്നത് കർത്താവെ ആ തീ വാളിൽ ദഹിപ്പിച്ച് കളയുമെന്ന് കേൾക്കുന്ന കർത്താവെ ദിവസങ്ങളിൽ ദൈവമേ വടക്കേ പലയിടങ്ങളിൽ കർത്താവെ വാഴുന്നത് പോലെ ദൈവമക്കൾക്ക് ദൈവസഭയ്ക്ക് വിരോധമായി പ്രതിസന്ധികൾ ആരംഭിച്ചിരിക്കുന്ന കർത്താവെ അനേകം വലിയ പീഡനങ്ങളുടെ കേസുകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ സ്തോത്രം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉണർവിന്റെ കാറ്റ് ഞങ്ങൾ രാജ്യത്ത് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ആരംഭിക്കേണ്ട കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഉണർവിന്റെ കാറ്റ് ചെറിയ തുടങ്ങിയ വലിയ കൊടുങ്കാറ്റായി മാറിയതുപോലെ ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ സുവാർത്ത യാത്ര അതിന്റെ ഒരു ഭാഗമാക്കുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കടന്നു പോകുന്ന ദേശങ്ങൾ പരസ്യമായി കർത്താവിനെ ഉയർത്തി ഇടങ്ങളിൽ ആത്മാവിന്റെ തീ കണ്ടിട്ട് കർത്താവെ യേശുവിന്റെ വകയായി മാറുന്ന കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും ആ ശുശ്രൂഷ ബുദ്ധി കൊണ്ട് ചെയ്യാതെ കർത്താവെ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ചെയ്യുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്ന അക്ഷരം കൊല്ലുന്ന ആത്മാവ് ജീവിപ്പിക്കുന്നു. കർത്താവെ ഞങ്ങൾ കൊടുക്കുന്ന ശുശ്രൂഷയല്ല, ഞങ്ങൾ ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം പറയുന്ന കർത്താവെ ദിവസം ഞങ്ങൾ ശുശ്രൂഷ അനേകം ജീവിപ്പിക്കപ്പെടട്ടെ. യേശുവിനെ കണ്ടെത്തുന്നിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ചർച്ചകളിലും ആത്മാവിന്റെ കാറ്റുകളെയും അയക്കണമെന്ന് കർത്താവെ നാളുകൾ കേട്ടു. ഷിലോങ്ങിൽ കർത്താവിന്റെ സ്കൂൾ അസംബ്ലിയിൽ കർത്താവിന്റെ ക്രിസ്ത്യൻ സ്കൂളായതുകൊണ്ട് അവർ കർത്താവെ പ്രഭാത പ്രാർത്ഥന കർത്താവ് അസംബ്ലിയിൽ പാടിയ ക്രിസ്ത്യൻ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആരും പ്രാർത്ഥിക്കാതെ ആരും കൈവയ്ക്കാതെ അവിടുത്തെ കുഞ്ഞുങ്ങൾ
നിറഞ്ഞ് കർത്താവെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് അവർ ആത്മവിശുദ്ധരായിരുന്നു ചരിത്രത്തിൽ വായിക്കുന്നു. ഇന്നത്തെ വീഡിയോസ് നിലവിലുണ്ട് കർത്താവെ. അതുപോലെ ഞങ്ങളുടെ സഭകളിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമതിയ അനുഭവങ്ങളെല്ലാം മാറട്ടെ കർത്താവെ. അക്ഷരത്തിന്റെ ശുശ്രൂഷ എല്ലാം മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശുശ്രൂഷ എല്ലാ സമൂഹങ്ങളിലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതിനായി പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന, ദൈവത്തിൽ കരയുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കേരളത്തിൽ ഉണർവ് ആരംഭിക്കട്ടെ. ഞങ്ങളുടെ ദേശത്ത് ഉണർവ് ആരംഭിക്കട്ടെ. ഞങ്ങളുടെ കേരളത്തിൽ ഉണർവ് ആരംഭിക്കട്ടെ കർത്താവെ. സ്തോത്രം. ഞങ്ങൾ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കുമായിട്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥന ക്രമീകരിച്ച എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. നീ അവരെ കർത്താവെ സ്വന്തം നിറയ്ക്കണം. അവരുടെ കുടുംബത്തെ കാത്തു പരിപാലിക്കുന്നതിനാൽ സ്തോത്രത്തിന്റെ ആ ദൂതന്മാർ അവരുടെ യാത്രകളിലെല്ലാം കാവലായി ഇരിക്കുന്നതിനാൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, ജനങ്ങൾക്കായി എല്ലാവരെയും ദൈവം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കാളികളായിരിക്കുന്നവരുണ്ട്. വിവിധ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ സ്വന്തം ശാരീരികമായ ബുദ്ധിമുട്ടിലും കർത്താവെ സ്വന്തം ഈ ശുശ്രൂഷകളോട് കൂട്ടായ്മ കാണിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ദൈവം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. തൊഴിൽ ചെയ്യുന്നവരുണ്ട്. അവരുടെ തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടണം. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവർക്ക് നീ അവിടെ മക്കളെ കൊടുക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിവാഹങ്ങൾ നടക്കേണ്ടതിന് വേണ്ടി സ്തോത്രം. രോഗബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, കടബാധ്യതകൾ മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണങ്ങൾക്കായി പൂർത്തിയാവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ വേല ഞങ്ങളോട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കർത്താവെ ആ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ പഠിപ്പിക്കേണ്ടവരുണ്ട്, സ്കൂളിൽ വിടേണ്ടവരുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ടവരുണ്ട്. കർത്താവെ സ്വന്തം അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കർത്താവെ സ്വന്തം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. കർത്താവ്, ഞങ്ങളുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ കർത്താവ് നടത്തുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. തുടർന്ന് നടത്തുന്നതിനാൽ സ്തോത്രം. അവരുടെ വലിയ സാക്ഷ്യങ്ങളെ ഈ ദിവസങ്ങളിൽ കേൾക്കാൻ ദൈവം ഇടയാക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെ ഒരിക്കൽ കൂടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന തന്നിരിക്കുന്ന ഈ പേപ്പറിൽ പാഠ്യപുസ്തകത്തില് ഒന്നാമത്തെ പാർട്ട് എഴുതിയ ദേവദാസനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തെ അനുഭവം പറയുവാൻ 5 മിനിറ്റ് സമയമില്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് ക്ഷണിക്കുക. ദൈവനാമത്തെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മിഷൻ ഫോക്കസ് സ്വാർത്ഥ യാത്ര 2026 പ്രാർത്ഥനാ സംഗമം. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ എനിക്ക് പങ്കാളിയാകുവാൻ ജീവിതത്തിൽ ദൈവം ഒരു വലിയ ഭാഗ്യം തന്നു. അതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്ഥലം മലയമാണ്. എൻ്റെ പേര് ബാബുരാജ്. എൻ്റെ ഭാര്യയുടെ പേര് ശോഭന. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തയാള് വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് ബീഹാറിൽ സുവിശേഷ വേല ചെയ്യുന്നു. നളന്ദ ഡിസ്ട്രിക്റ്റിൽ ചെണ്ടി എന്ന ഗ്രാമത്തിലാണ് അവർ സുവിശേഷ വേല ചെയ്യുന്നത്. 350-ൽ പരം വിശ്വാസികൾ നിലവിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച 10ഓളം പുതിയ വിശ്വാസികളെ ജലസ്നാനത്തിൽ കഴിക്കുന്നതിനും ദൈവം സഹായിച്ചു. അങ്ങനെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു പ്രാർത്ഥന വിഷയം ഞാൻ കണ്ടു. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വിശേഷം. എൻ്റെ പൈതൽ ഇപ്പോൾ ഈ പറഞ്ഞ ജിജോ ബി രാജും കുടുംബവും ഒരു വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. ഇതുവരെയ്ക്ക് കുഞ്ഞുങ്ങളില്ല. പ്രാർത്ഥനയിൽ ദൈവം തക്ക സമയത്ത് നൽകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതും ഈ മിഷനിൽ ഞാൻ ആ വിഷയത്തെ സമർപ്പിച്ച് എൻ്റെ സാക്ഷ്യത്തിൽ കിടക്കുന്നു. സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് തന്നേക്കുന്ന സമയം 5 മിനിറ്റാണ്. ഇതിലെ വരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. 2 മക്കളുടെ ഇനി ഒരാൾ കൂടെ ഉണ്ട്, ജിജി പി രാജ്. ഈ 24 ചാനലിലായിരുന്നു സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത്. ഇപ്പോൾ
കേരള ന്യൂസ് എന്ന ചാനലിൽ വർക്ക് ചെയ്യുന്നു. അവരും കുടുംബമായിട്ട് എറണാകുളത്തായിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് തന്ന കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി മുമ്പോട്ട് പോകുന്നു. ഈ ഗാനം എഴുതുവാനുള്ള പ്രത്യേക സാഹചര്യം ഞാൻ പാടുവാനായിട്ട് സമയമെടുക്കുന്നില്ല. അതിൻ്റെ വരികൾ നാം കേട്ട് കാണും. കുഞ്ഞാടെ കണ്ടുണ്ടായിരിക്കും. കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, എനിക്കായി നീ തകർക്കപ്പെട്ടു, എൻ്റെ ഘോര സമയം. അപ്പം അങ്ങനെ അത് എഴുതാനുള്ള സാഹചര്യം ആണല്ലോ എനിക്കിന്നിവിടെ പറയേണ്ടത്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഒരു തുള്ളി നമ്മളുടെ ശരീരത്തിൽ വീണതുകൊണ്ടാണ് നാം ശുദ്ധരായി ഇവിടെ ഇരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. ആരും പറഞ്ഞില്ല ഹല്ലേലൂയ. ഞാൻ ഇത് എഴുതിയതിന്റെ സാഹചര്യം വിവിധ സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു സാഹചര്യം മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞാട് എന്നുള്ള വാക്കിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ കുഞ്ഞാടുണ്ട്, കുട്ടി ആടുകളുണ്ട്. അതിന്റെ നിഷ്കളങ്കത, അത് എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് യജമാനോട് പെരുമാറുന്നത്, അത് എത്രമാത്രം നിഷ്കളങ്കതയോടുകൂടിയാണ് ആ കുഞ്ഞാട് വളരുന്നത് എന്നുള്ളതൊക്കെ ചിന്തിച്ചപ്പോൾ വെറുതെയല്ല ഈ പാട്ട് ഇങ്ങനെ ഈ യേശുവിനെ ആ കുഞ്ഞാടുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി മരിച്ചു. ഈ കുഞ്ഞാട് അറക്കപ്പെട്ടു, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. തൻ്റെ ഘോര പാപം, നമ്മുടെ ഘോര പാപം ചുമക്കുവാൻ അവൻ നമുക്കായി തൻ്റെ നീളം ചെയ്തു. ഞാനിത് ഒരു ഗാനം എഴുതുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഗാനം എഴുതുവാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു നിയന്ത്രണം, ഒരു പ്രത്യേക ഒരു സാന്നിധ്യം എന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ള ഗാനങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. 360 ഗാനങ്ങൾ ഇപ്പോൾ എഴുതി തീർത്തു. ഞാൻ ഇതെല്ലാം എഴുതിയതും ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളാണ്. പാപമംഗലമായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചിരുന്നപ്പോൾ ഈ കുഞ്ഞാട് നമുക്ക് അർക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇതേപോലെ ആരും ഇവിടെ വന്നിരിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആരും സ്തോത്രം പറയുന്നില്ല. ഒന്ന് കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നാം രാജകീയ പുരോഹിത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് പറയാനുള്ള കാരണം നമ്മൾ അതിലെത്രയോ കുറഞ്ഞവരാണ്. നമുക്കൊരു അഡ്രസ് കിട്ടിയത് കാൽവരി കൊലക്കളത്തിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് നമുക്ക് അഡ്രസ് കിട്ടിയത്. നമ്മൾ ആരും ഒരു അഡ്രസ്സും ഇല്ലായിരുന്നു. പാപത്തിന്റെ വഴികളിൽ നടന്ന് ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ച് ആരാലും വെറുക്കപ്പെട്ട് തള്ളിക്കളഞ്ഞ പാപത്താൽ മുറിവേറ്റ് വഴികരിൽ കിടന്ന നമ്മെ ഈ കുഞ്ഞാടിന്റെ രക്തം നമുക്ക് യാഗമായി തീർന്നത് കൊണ്ടാണ്, വന്നതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. തീർന്നില്ല. ഈ കുഞ്ഞാടിന്റെ രക്തം ഒരു മനുഷ്യന്റെ ആയുസ് 70 ആയാൽ 80 എന്ന്, ഏറെ 80 എന്ന് ഈ ഭൂമിയിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ, വചനത്തിൽ പറയുമ്പോൾ ഈ കുഞ്ഞാടിന്റെ രക്തം നമ്മളെ കൊണ്ടു നിർത്തുന്നത് നിത്യതയിലാണ്. ഹല്ലേലൂയ. ഈ നിത്യതയിൽ എത്തുവാനായിട്ട് ഈ ചോര നമുക്ക് ദൈവം ദാനമായി തന്നത് വെറുതെ ചെറിയ ഒരു കാര്യമല്ല. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥനയുടെ കാഠിന്യം, ഈ കഷ്ടതയുടെ കാഠിന്യത്തെ കുറിച്ച്, എൻ്റെ മകന്റെ കാര്യത്തെ കുറിച്ചൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന അലക്സ് ബ്രദർ, നമ്മുടെ റൊണാൾഡ് സാറ്, അതേപോലെ നമ്മൾ ജോസഫ് പാസ്റ്റർ, ഷൈൻ ബ്രദർ, നമുക്കെല്ലാം ഇത് പരിചയമുള്ളതാണ്. ഈ അലക്സ് സാറും നമ്മളെ ജോസഫ് പാസ്റ്ററൊക്കെ ഈ ബീഹാറിന്റെ പ്രദേശത്ത് കടന്നുപോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം, നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിന്റെ കാരണം, ആരാൽ ഈ സ്നേഹം വർണ്ണിപ്പാൻ എന്നുള്ള ഈ വരി എഴുതിയതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലും നാം ജീവിച്ചു വരുമ്പോൾ നമുക്കൊരിക്കലും പറയുവാൻ കഴിയില്ല
ആരെക്കൊണ്ട് സാധിക്കും നമ്മുടെ ഈ പാപത്തിന്റെ പരിഹാരം? ആർക്ക് വർണ്ണിച്ചിടാൻ സാധിക്കും? അത് എഴുതിയിരിക്കുന്നു. ഇല്ല, എൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ ഈ ലോകത്ത് ഒരു കവികൾക്കും സാധിക്കത്തില്ല, ഒരു ബുദ്ധിരാക്ഷസന്മാർക്കും സാധിക്കത്തില്ല. അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഈ രക്തം നമുക്കായി ചിന്തിച്ചത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാഠിന്യത്തെക്കുറിച്ചും അതിന്റെ എന്നെ ദൈവം നടത്തിയ അത്ഭുതത്തെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നിരുന്നാലും ഈ ചെറിയ വാക്കുകൾ ഞാൻ നിങ്ങളുടെ ഇതിലൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു വാക്ക് പറയുന്നു. ഇന്നു മുതൽ ഈ മിഷൻ ഫോക്കസിന്റെ നോട്ടീസ് എനിക്ക് കിട്ടി. ഇന്നു മുതൽ എൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ ഈ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടാകും. നമുക്ക് വരുന്ന ആളുകളിൽ പരസ്പരം പ്രാർത്ഥന ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കും. ദൈവജന ശുശ്രൂഷയ്ക്ക് ദൈവദാസനെ ക്ഷണിക്കുക. സന്തോഷത്തോടെ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അധ്യക്ഷനായിരിക്കുന്ന പെരേര പാസ്റ്റർ, മിഷൻ ഫോക്കസിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, മിഷൻ ഫോക്കസിലെ പ്രാർത്ഥന പടയാളികൾ, ഈ ഭവനത്തിലെ ആര്യൻ സാർ, തന്റെ വൈഫ്, ഇന്ന് ഈ മീറ്റിംഗിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുകയാണ്. ഹല്ലേലൂയ. ഇന്നൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. പ്രിയ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം വളരെ സന്തോഷപ്രദമായിരുന്നു, നമ്മെ ബലപ്പെടുത്തുന്നതായിരുന്നു, നമ്മെ ധൈര്യപ്പെടുത്തുന്നതായിരുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുകയില്ല, പലപ്പോഴും സാക്ഷ്യം പറയുവാൻ നമുക്ക് കഴിയുകയില്ല, മറ്റൊരാളോട് സംസാരിക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല. എന്നാൽ അവസ്ഥകൾ വ്യത്യസ്തമായി എപ്പോഴും പാട്ട് കേൾക്കുകയും അനേകരോട് സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷം പങ്കുവയ്ക്കാനൊക്കെയും പ്രിയ ദൈവദാസന് കൊടുത്തിരിക്കുന്ന വലിയ നല്ല ദൈവകൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന 8:30-ക്കാണ് അവസാനിക്കുന്നത്. ഇന്ന് 9 മണിക്ക് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. സന്തോഷത്തോടെ കടന്നില്ല, ജോലിക്ക് പോകേണ്ടവരെല്ലാം ഉണ്ട്, എങ്കിലും ക്ഷമയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഇത്ര സന്തോഷവും കൂട്ടായ്മയ്ക്ക് നല്ലൊരു അനുഭവം ദൈവം തന്നല്ലോ. വടക്കീനിൽ അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾക്ക് കൂടി വരുവാൻ സ്ഥലമില്ല, കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, വചനം കേൾക്കാൻ കഴിയുന്നില്ല, പാട്ടുപാടി ആരാധിക്കാൻ കഴിയുന്നില്ല. പ്രിയ ദൈവദാസന്റെ സാക്ഷി 1 മണിക്കൂർ കൊടുത്താൽ പറഞ്ഞാൽ തീരുകയില്ല. അത്രത്തോളം വലിയ സാക്ഷികൾ തനിക്കുണ്ട്. തന്റെ ശരീരത്തിന്റെ ബലഹീനതകൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഈ ബലഹീന ശരീരവുമായി ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ പോയി യേശുവിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ മൂത്ത മകനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തു. ഞാനും അലക്സ് ബ്രദറുമായിട്ട് ആ ഫീൽഡിൽ പോയി വളരെ സന്തോഷം നിറഞ്ഞ അനുഭവത്തെ കാണുവാനിടയായി. വെറും 25 പേരുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് താൻ പോയത്. 7 പേരില്ലേ? 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 350 പേരായി വളരുവാനിടയായി. ഞങ്ങൾ ഒരു സെമിനാർ അവിടെ നൽകി അനേക കർത്താവിന്റെ വേലയ്ക്കായി പുറപ്പെടുവാനിടയായി. ഞാൻ വചനം സംസാരിക്കുന്ന 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് ഓൺലൈനിലൂടെ ഉണ്ട്. അത് ഞാൻ മിഷൻ ഫോക്കസിന്റെ അതിൽ ഷെയർ ചെയ്യാറുണ്ട്, സ്പിരിച്വലിൽ ഷെയർ ചെയ്യാറുണ്ട്, സ്പിരിച്വൽ ടീമിൽ ഷെയർ ചെയ്യാറുണ്ട്. സാറ് എല്ലാ പ്രാർത്ഥനയ്ക്കും കയറും, ഡൊണാൾഡ് ബ്രദറും കയറും, പ്രിയ ദൈവദാസനും കയറാറുണ്ട്, അലക്സ് ബ്രദറും ഒക്കെ കയറാറുണ്ട്. അത് നിങ്ങൾക്കും ആ സ്പിരിച്വലിൽ നിന്നോ അല്ലെങ്കിൽ മിഷൻ ഫോക്കസിൽ നിന്നോ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഭാരതത്തിന് വേണ്ടി ഒരു വലിയ പ്രാർത്ഥന സംഘത്തെ രൂപീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുപോലെ തന്നെ സഭകൾ തോറും ഞങ്ങൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഭാരതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളെ പറഞ്ഞ് അവിടുത്തെ കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾ സഭകൾ തോറും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ നടത്തുവാനിടയായി. രതീഷ് പാസ്റ്റർ സഭയിൽ ഈ 3ാമത്തെ ശനിയാഴ്ച നടക്കുകയാണ്. അതുപോലെ എന്റെ സഭയിൽ 25-ാം തീയതി അവധി ദിവസം ഒരു പ്രാർത്ഥന ക്രമീകരിക്കുന്ന ആഗ്രഹമുണ്ട്. അലക്സ് ബ്രദറിനോട് മാത്രമേ ഞാൻ അത് ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് എന്റെ പാസ്റ്ററോട് പറയാൻ, അന്ന് നിങ്ങൾ എല്ലാവരും വരണം. ഹല്ലേലൂയ. എല്ലാവരും വരണം. നമുക്ക് ഭാരതത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്
നമ്മുടെ പ്രാർത്ഥനയാൽ ഭാരതത്തെ ചലിപ്പിക്കുവാൻ ദൈവം സഹായിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ദൈവദാസന്മാർ ഈ കേരളത്തിലുള്ളവർ തിരുവനന്തപുരം ജില്ലയിലൂടെ വരാറുണ്ട്. പലപ്പോഴും അവർ വന്നു പോകുന്നത് ഞങ്ങൾ അറിയുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ അവരെ ക്ഷണിക്കുവാൻ കഴിയുന്നില്ല. മിഷൻ ഫോക്കസിന്റെ ചില പ്രാർത്ഥനകളിൽ ചില മിഷണറിമാരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ UP-യിൽ നിന്ന് 2 മിഷണറിമാർ വന്നിട്ടുണ്ട്. നാളെ പകലിൽ പൂവച്ചലിൽ നക്രാഞ്ചിറയ്ക്കടുത്ത ഒരു ചർച്ചിൽ വെച്ച് 2 മിഷണറിമാർ അവരുടെ സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷയും പങ്കുവയ്ക്കും. കഴിയുന്നവർ, ജോലിക്ക് പോകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. അവരുടെ കൂട്ടുവേലക്കാർ പലരും ജയിലിലാണ്. അവരുടെ കൂടെ ശുശ്രൂഷിക്കുന്ന പലരുടെയും ആലയങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം നമുക്ക് കേൾക്കുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം, ഏത് സാഹചര്യത്തിലും യേശുവിന്റെ സാക്ഷികളായി നാം മാറുക. ഏത് അവസ്ഥയിലും യേശുവിന്റെ സാക്ഷികളായി മാറുക. അതിനുവേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. തിരുവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. വെളിച്ചത്തിന് കുറവുണ്ട് എങ്കിലും നന്നായിട്ട് കാണാൻ കഴിയുന്നവർ ദയവായി നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 23-ന്റെ 11-ാം വാക്യവും ദയവായി ഒരാൾ വായിക്കണം. ഇനി 23-ന്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാവുന്നു എന്ന് അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അങ്ങേ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും സ്വീകരിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം. അല്പനിമിഷങ്ങൾ ഞങ്ങൾ തിരുവചനത്തിൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും കർത്താവിന് വലിയ സാക്ഷ്യം വഹിപ്പാൻ പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് എല്ലാ കാലഘട്ടത്തിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ആൾക്കാരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അത് ആട്ടിടയന്മാരായിക്കൊള്ളാം, രാജാക്കന്മാരായിക്കൊള്ളാം, പിന്നെ അക്ഷരാഭ്യാസം ഉള്ളവരായിക്കൊള്ളാം, വലിയ ജ്ഞാനികളായിക്കൊള്ളാം. പഴയ നിയമം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ എല്ലാ പുസ്തകങ്ങളിലും തന്നെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച പ്രവാചകന്മാരെ, സങ്കീർത്തനങ്ങൾ എഴുതിയ സങ്കീർത്തനക്കാരെ, അതുപോലെ മോശയുടെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിൽ ദൈവം നൽകിയ വചനങ്ങളെ, പ്രവാചകന്മാരിലൂടെ നൽകിയ വചനങ്ങളെ എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ആകാശത്തെ നോക്കി പ്രവചിച്ച പ്രവാചകന്മാർ, ഭൂമിയെ നോക്കി പ്രവചിച്ച പ്രവാചകന്മാർ, ജാതികളെ നോക്കി പ്രവചിച്ച പ്രവാചകന്മാർ, രാജാക്കന്മാരെ നോക്കി പ്രവചിച്ച പ്രവാചകന്മാർ, സാധാരണ ജനത്തെ നോക്കി പ്രവചിച്ച പ്രവാചകന്മാർ ഒക്കെയും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവിനാൽ അയക്കപ്പെട്ട യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ ചെയ്തതും അങ്ങനെ തന്നെ സകല മനുഷ്യരോടും ഈ ദൈവരാജ്യത്തിന്റെ സന്ദേശം അറിയിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇടയമില്ലാതെ ചിതറിയവരായ കുഴഞ്ഞുപോയവരായ ജനത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവരോട് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. ഏത് മൂർഖനെയും രൂപാന്തരപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഏത് മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഈ ശൗലിനെ കർത്താവ് വിളിച്ചത് നട്ടുച്ചയ്ക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ സുവിശേഷ വേലക്കാരെ പീഡിപ്പിക്കുവാൻ, വലിച്ചിഴയ്ക്കുവാൻ, അറസ്റ്റ് ചെയ്യുവാൻ കൊണ്ടുപോകുന്ന സമയത്ത്, അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിലിടുവാൻ, കൊല ചെയ്യുവാൻ പോലുമുള്ള അധികാരപത്രം വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്താണ് യേശുവിന് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചത്. നിലത്ത് വീണ് കിടക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, കർത്താവേ നീ ആര്? ഒരു മനുഷ്യന് കീഴടങ്ങാത്ത, ഒരു മനുഷ്യനെ കർത്തൃത്വത്തെ അംഗീകരിക്കാത്ത, ഒരു മനുഷ്യന് മുൻപിൽ തലകുനിക്കാത്ത ശൗൽ കർത്താവിനെ വിളിക്കുകയാണ്, യേശുവിനെ വിളിക്കുകയാണ്. കർത്താവേ, എന്റെ രക്ഷകനെ, എന്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നവനെ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, നീ പോകുന്ന വഴിക്ക് തന്നെ പോ, ദമസ്കോസിലേക്ക് തന്നെ പോ, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കാം. ദമസ്കോസിൽ പോയി 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ
കർത്താവ് അവനോട് സംസാരിക്കുവാൻ അനന്യാസിനെ അയച്ചു. തന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അനന്യാസിനോട് ദൈവം പറയുന്ന വാക്യമാണ് നാം ആദ്യം വായിച്ചത്. നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്തുകൊണ്ട് അനന്യാസിനോട് അങ്ങനെ പറഞ്ഞു? അനന്യാസ് ഭയപ്പെട്ട് പറയാണ്, കർത്താവേ, യെരൂശലേമിലുള്ളവരെ പിടിച്ചുകെട്ടി ജയിലിലിട്ടവനാണ്, ഇവിടെയും വന്ന് ഡെമസ്കോസിൽ വന്ന് ജനത്തെ പിടിച്ചുകെട്ടുവാൻ വന്നിരിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് അവന്റെ അടുക്കൽ പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനാണ് നിന്നെ അയക്കുന്നത്, നീ പോക, അവൻ എന്തെല്ലാം കാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പിന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കും. അവൻ ആരോടൊക്കെ ദൈവവചനം പറയുവാൻ പോകുന്നു? ഒന്ന്, ജാതികളോട് പറയുവാൻ പോകുന്നു. 2 രാജാക്കന്മാരോട് പറയുവാൻ പോകുന്നു. 3 ഇസ്രായേൽ ജനത്തോട് പറയുവാൻ പോകുന്നു. സുവിശേഷ വിരോധിയായ മനുഷ്യൻ, മറ്റുള്ളവരെ വലിച്ചിഴച്ച് ജയിലിലടയ്ക്കുവാൻ വന്ന മനുഷ്യൻ, അതുപോലെ തന്നെ പലവിധമായ പ്രതികൂലങ്ങളിൽ ജനത്തെ അകപ്പെടുത്തി ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശൗൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ പോകുന്ന വൻ കാര്യങ്ങളെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ അനന്യാസിനോട് പറയുകയാണ്. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങൾ സഹിച്ചിട്ടും താൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ദൈവം വന്ന് തന്നോട് സംസാരിക്കുന്ന വാക്യമാണ് രണ്ടാമത് വായിച്ചത്. എന്താ ഒന്നുകൊണ്ട് വായിക്കാൻ ദാസനെ? രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. നോക്കണം, പൗലോസ് അപ്പോസ്തലൻ മിഷണറി യാത്രകളൊക്കെ നിങ്ങൾക്കറിയാം. 3 മിഷണറി യാത്രകളിൽ അദ്ദേഹം ചെയ്ത മിഷണറി പ്രവർത്തനങ്ങളിലൂടെ കാൽവെച്ച എല്ലാ സ്ഥലങ്ങളിലും സഭകളുണ്ടായി. സുവിശേഷം പറഞ്ഞിരുന്ന ജനം മാനസാന്തരപ്പെട്ടു, രോഗികൾ സൗഖ്യം പ്രാപിച്ചു, ഭൂതങ്ങൾ വിട്ടുപോയി, മരിച്ചവർ ജീവിച്ചു. അങ്ങനെ ദൈവത്തിൽ അത്ഭുത പ്രവർത്തികളാൽ വചനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക ഘട്ടങ്ങളിലൂടെയും താൻ കടന്നുപോയി. ഹല്ലേലൂയ. കല്ലേറ് കൊണ്ടു, മരിച്ചു എന്ന് പറഞ്ഞ് വലിച്ചിഴച്ചുകൊണ്ട് പട്ടണത്തിൽ പുറത്തിട്ടു. അവിടുന്ന് എഴുന്നേറ്റ് വന്ന് വീണ്ടും പ്രസംഗിച്ചു. താൻ കാൽവെച്ച എല്ലാ സ്ഥലങ്ങളിലും യേശുവിനെ ധൈര്യത്തോടെ താൻ ഉയർത്തിക്കൊണ്ടിരുന്നു. സാധാരണ ജനത്തോടുള്ള ശുശ്രൂഷ ഞാൻ വിടുന്നു, പിന്നെ ഇസ്രായേൽ ജനത്തോട് പ്രസംഗിച്ച് ഞാൻ വിടുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് രാജാക്കന്മാരോടും അധികാരികളോടും വളരെ ശക്തിയോടെ യേശുവിന്റെ വചനം പറഞ്ഞ മനുഷ്യനാണ് ഈ പൗലോസ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഞാൻ കിലിക്കിയയിൽ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാലത്തിൽ ഇരുന്ന് പിതാക്കന്മാരും ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിക്കുന്നതാകിയാൽ മതി. തുടർമാനം 14-ാം വാക്യം വരെ പൗലോസിന്റെ സാക്ഷ്യം പറയുകയാണ്. എവിടെയെന്നറിയാമോ? താൻ ആലയത്തിലായിരിക്കുമ്പോൾ ഒരു കൂട്ടം ജനം തന്നെ ഉപദ്രവിച്ച് കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ സഹസ്രാധിപൻ വന്ന് 2 ചങ്ങലയാൽ ബന്ധിച്ച് തന്നെ കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോകുമ്പോൾ അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, റോമ പൗരനും വിസ്താരം കഴിയാത്തവരുമായി എന്നെ നീ ഉപദ്രവിക്കുവാൻ, അടിക്കുവാൻ, ചാട്ടവാറിനാൽ അടിക്കുവാൻ തുനിയുകയാണോ ചോദിച്ചപ്പോൾ ശതാധിപൻ ഭയപ്പെട്ടു പോയി സഹസ്രാധിപനോട് പറഞ്ഞു. സഹസ്രാധിപൻ വളരെ സ്നേഹത്തോടെ തന്നെ അങ്ങനെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ സഹസ്രാധിപനോട് താൻ സംസാരിക്കുന്ന വാക്യങ്ങളാണ് അവിടെ കൂടിയിരിക്കുന്ന ജനത്തോട് പറയുന്ന സാക്ഷ്യമാണ് അവിടെ നാം വായിക്കുന്നത്. ഞാൻ ഉന്നത കുടുംബത്തിൽ ജനിച്ചവനാണ്, കിലിക്യ പട്ടണത്തിൽ ഞാൻ ജനിച്ചവനാണ്, ഞാൻ തർശീസുകാരനാണ്, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്, ന്യായപ്രമാണ സംബന്ധിച്ച് ഞാൻ എരിവുള്ളവനായിരുന്നു, എന്നാൽ യേശുവിനെ എനിക്ക് അറിയില്ലായിരുന്നു. യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, എന്നോട് സംസാരിച്ചു, എന്നെ രൂപാന്തരപ്പെടുത്തി, ജാതികൾക്ക് എന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മളെ ആരെങ്കിലും തടവിൽ പിടിച്ചുകൊണ്ടുപോയാൽ, നമ്മെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നാം ഭയപ്പെട്ട് വിറച്ചു പോവുകയുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി നിന്നിട്ടുണ്ട് പല സമയങ്ങളിൽ. അപ്പോഴൊക്കെ നമുക്ക് ഒന്നും അവരോട് പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ വായി പൂട്ടിപ്പോകും. പക്ഷേ വളരെ ധൈര്യത്തോടെ സഹസ്രാധിപനോട് ജനത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ ഒരു യഹൂദനാണ്, ഞാൻ യഹൂദ വംശത്തിൽ പിറന്നവനാണ്, കിലിക്യ പട്ടണക്കാരനാണ്, റോമ പൗരത്വമുള്ളവനാണ്, എങ്കിലും യേശു എനിക്ക് പ്രത്യക്ഷനായതുകൊണ്ട് ആ വിവരം നിങ്ങളോട് അറിയിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അവന്റെ പ്രഭാഷണം ആരോടെന്നറിയാമോ? ന്യായാധിപ സംഘത്തോടാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം
25-ാം അധ്യായം 1-ാം വാക്യവും 6-ാം വാക്യവും വായിക്കാം. ക്രിസ്തുവോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് ആ 3 നാൾ കഴിഞ്ഞ ശേഷം ആ കൈസരിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. സോറി, 22-6 വായിക്കാമോ? ദമസ്കോസിനോട് അടുത്തപ്പോൾ ആ ഏകദേശം ഉച്ചയ്ക്ക് ആ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം. അവിടെ തന്നെ സാക്ഷ്യം പറയുന്ന കാര്യമാണ് നാം കേൾക്കുന്നത്. സഹസ്രാധിപന്റെ അടുക്കൽ നിന്ന് രണ്ടാമതായി തന്നെ കൊണ്ടുപോകുന്നത് പുരോഹിതന്മാരും സന്നദ്ധി സംഘം അടങ്ങുന്ന സംഘത്തിന്റെ അടുക്കലാണ്. അവിടെ നിന്നുകൊണ്ട് സധൈര്യം യേശുവിനെ കുറിച്ച് താൻ പറയുന്നു. ഞാൻ ദൈവത്തെ ആരാധിപ്പാനായി വിളിക്കപ്പെട്ടവനാണ്. പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവിടെ താൻ പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. 23-1 വായിക്കാം. പൗലോസ് ന്യായാധിപസംഘത്തെ ഉറ്റുനോക്കി, ആ സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 6-ാം വാക്യം കൂടെ വായിക്കാം. എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പരീക്ഷന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞ്, സഹോദരന്മാരെ, ഞാൻ പരീക്ഷന്മാരുടെ മകനും ആകുന്നു. മരിച്ചവരുടെ പ്രത്യാശയും പുനരുത്ഥാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായി നോക്കണമേ. അവനെ സന്നദ്ധി സംഘത്തിന് മുൻപാകെ കൊണ്ടുവരുമ്പോൾ സധൈര്യം അവൻ പറയുകയാണ്, മരിച്ചവരുടെ പ്രത്യാശയെ കുറിച്ചും പുനരുത്ഥാനത്തെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തടവിലായിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിക്കാം അലക്സ്. ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി, സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിന് മുൻപാണ്. നോക്ക്, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ തന്നെ ബന്ധിച്ചിരിക്കുമ്പോൾ താൻ പറയുന്നു, ഞാൻ നല്ല മനസാക്ഷിയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ദൈവം എന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകൾ, ദൈവം എന്നെ ഭരമേൽപ്പിച്ചതായ സുവിശേഷം ഞാൻ ഏത് സമയം പറയുവാൻ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചു. എനിക്ക് വെളിപ്പെടുത്തി കിട്ടാത്ത കാര്യങ്ങൾ അനന്യാസിനോട് പറഞ്ഞു. അവൻ രാജാക്കന്മാരുടെ മുൻപാകെ, അധികാരികളുടെ മുൻപാകെ എന്റെ സാക്ഷ്യം വഹിക്കും. രണ്ടാമത് താൻ സാക്ഷ്യം വഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗ്ഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണങ്ങളിലും പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യും. നോക്കണമേ, ധൈര്യത്തോടെ ഫെലിക്സിന്റെ മുൻപാകെ, ദേശാധിപതിയായ ഫെലിക്സിന്റെ മുൻപാകെ പറയുകയാണ്, ഞാൻ ചെയ്ത തെറ്റെന്ന് ചോദിച്ചാൽ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിച്ചു, ന്യായപ്രമാണത്തെ ഞാൻ മുറുകെ പിടിച്ചു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് എന്നെ ഇപ്പോൾ ന്യായവിസ്താരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്റെ സാക്ഷ്യങ്ങൾ താഴോട്ട് പറയും. ഞാൻ ആ ഭാഗം വിടുകയാണ്. അടുത്ത് ഫെസ്തോസിന്റെ മുൻപാകെ താൻ പറയുന്ന സാക്ഷ്യം നമുക്ക് വായിക്കാം. 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. 25-ന്റെ 8. പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ, ദൈവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിവാദിച്ചാറേ. മതി. ഫെസ്തോസിനോട് പറയുകയാണ്, ഞാൻ യഹൂദന്മാരോടാകട്ടെ, രണ്ടാമത്തെ ആള് ന്യായപ്രമാണത്തോടാകട്ടെ, ദേവാലയത്തോടാകട്ടെ, കൈസരോടാകട്ടെ, അവിടുത്തെ ചക്രവർത്തിയോടാകട്ടെ, ആലയത്തോടാകട്ടെ, ന്യായപ്രമാണം സംബന്ധിച്ചാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് സധൈര്യം താൻ ഫെസ്തോസ് എന്ന് പറയുന്ന ദേശാധിപതിയോടും സാക്ഷ്യം പറയുകയാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുകയും എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതും ആയ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ നിമിത്തമത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരുന്നു. നോക്കണമേ, പൗലോസ് ധൈര്യത്തോടെ അഗ്രിപ്പ രാജാവിനോട്, ബർണിക്കയുടെ മുൻപാകെ, ഫെസ്തോസിന്റെ മുൻപാകെ നിന്നുകൊണ്ട് പറയുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ്.
ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ആഗ്രഹിച്ചതുപോലെ ആരാധിച്ച് എത്തിപ്പിടിക്കുവാൻ ആഗ്രഹിച്ച ആ സ്വർഗീയ അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം